പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേന ഇവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദാം ഏതത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാഗരീം കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം കൃഷ്ണായ തുഭ്യം നമാം. കൃഷ്ണാൽത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ. കൃഷ്ണേ ഭക്തിരജ അഖണ്ഡിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവാശ്രയഃ. ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു സ്തോത്രമാണ്. അതിൽ 7 വിഭക്തികളുണ്ട്. ആദ്യമൊക്കെ സംസ്കൃതം പഠിക്കുമ്പോൾ വിഭക്തി പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ശ്ലോകങ്ങൾ പഠിപ്പിക്കും. പക്ഷെ അതിൽ പ്രപഞ്ച രഹസ്യം മുഴുവൻ ഉണ്ട്. കൃഷ്ണനിൽ നിന്ന് ഈ ലോകം ഉണ്ടായി, കൃഷ്ണനിൽ നിലനിൽക്കുന്നു, കൃഷ്ണനിലേക്ക് തിരിച്ചു ലയിക്കുന്നു. ജന്മാദ്യസ്യ യഥ മുഴുവൻ അതിലുണ്ട് ആ ഒറ്റ ശ്ലോകത്തിൽ. കൃഷ്ണാദേവ സമുദ്ധിതം ജഗതിതം. ഈ ലോകം എവിടെ നിന്നുണ്ടായി? കൃഷ്ണനിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത്. അങ്ങനെയുള്ള കൃഷ്ണായ തുഭ്യതം. ആ കൃഷ്ണൻ നമസ്കാരം. അവസാനം ഈ ലോകം എവിടേക്ക് പോകും? കൃഷ്ണനിൽ തന്നെ പോയി ലയിക്കും. ആരിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി, ആരാൽ പ്രപഞ്ചം നിലനിർത്തപ്പെട്ട് ആരിലേക്ക് പ്രപഞ്ചം തിരിച്ചു ലയിക്കുന്നുവോ ആ സത്യവസ്തു ആണ് ഭാഗവത്തിലെ പ്രതിപാദ്യ വിഷയം എന്നാണ് ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് നമ്മൾ കണ്ടത്. ജന്മാദ്യസ്യേതുന്വയാദിതരത ചാർത്തേഷ്വഭിജ്ഞസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാം തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഈ ലോകം കാണുന്ന വിവേകിക്ക്, ബുദ്ധിമാന് ഒരു ദിവസം മനസ്സിൽ ചിന്ത വരും, ഇത് ആരാ ഉണ്ടാക്കിയത്? ഇതെവിടുന്നാണ് ഉണ്ടായത്? ഇതിനൊരു കാരണം ഉണ്ടാവാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവർ എത്തിച്ചേരുന്നു ഒരു നിഗമനത്തിൽ. എന്താ? ഈ ലോകത്തിൽ ഏതൊരു സൃഷ്ടാവിനെ കൂടാതെ ഇല്ല, അല്ലേ? സൃഷ്ടാവിനെ കൂടാതെ ഒരു സൃഷ്ടിയില്ല, കാരണത്തെ കൂടാതെ ഒരു കാര്യവും ഇല്ല. ഈ നിയമമാണ് ഇവർ അപ്ലൈ ചെയ്ത് ഇവിടേക്ക് പ്രപഞ്ചത്തിലേക്ക്. മനസ്സിലായോ? കാരണത്തെ കൂടാതെ കാര്യം ഇല്ല. വിത്തൗട്ട് എ കോസ് ദർ കനോട്ട് ബി ആൻ ഇഫക്റ്റ് ആണ്. ഉദാഹരണം എന്താ? സ്വർണത്തെ കൂടാതെ ആഭരണങ്ങളില്ല. സ്വർണം കാരണം, ആഭരണം കാര്യം. അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണമായ സ്വർണം തന്നെ
വിവിധ രൂപനാമങ്ങളോടുകൂടി പ്രദർശിക്കപ്പെടുന്നതാണ് കാര്യം, ആഭരണം. വിത്തൗട്ട് എ കോസ് ദർ കനോട്ട് ബി എൻ എഫക്റ്റ്. ആൻഡ് വാട്ട് ആർ ദ എഫക്ട്സ്? ഇഫക്ട്സ് ആർ നത്തിങ് ബട്ട് കോസ് ഇറ്റ് സെൽഫ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഞാൻ പറഞ്ഞതല്ല, ഗുരുദേവൻ പറഞ്ഞേക്കണതാ. അത് കോട്ട് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. എഫക്ട്സ് ആർ നത്തിങ് ബട്ട് ദ കോസ് ഇറ്റ് സെൽഫ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. കാര്യം എന്ന് പറയുന്നത് പുതിയൊരു വസ്തുവല്ല, കാരണവസ്തു തന്നെ വിവിധ രൂപനാമങ്ങളായി പ്രദർശിക്കപ്പെടുന്നതാണ്, കാണപ്പെടുന്നതാണ്. ഉദാഹരണം വീണ്ടും സ്വർണവും ആഭരണവും. കാര്യമാണ് ആഭരണങ്ങൾ, ഇഫക്ട്സ് അല്ലേ? വള, തള, മല, മാല ഒക്കെ. അതെ, കാരണമാണ് സ്വർണം. അപ്പോൾ ഈ മാല, വള എന്നൊക്കെ പറഞ്ഞെന്താ? സ്വർണത്തിൽ തന്നെയാണ് ഈ പറഞ്ഞത്. മാലയും സ്വർണ്ണമാണ്, വളയും സ്വർണ്ണമാണ് അല്ലേ? അപ്പം എന്താ? ആ കാരണമായ സ്വർണം തന്നെ, പക്ഷേ വിവിധ രൂപവും നാമവും. സ്വർണത്തിന് നമ്മൾ വളാന്നോ മാലാന്നോ പറയില്ല, കാതിലും കഴുത്തിലിടില്ല അല്ലേ? അതിന് വിവിധ രൂപങ്ങളും നാമങ്ങളും കൊടുത്തപ്പോൾ എന്തായി? അത് ആഭരണമായി. അപ്പം അത് കാര്യമായി. ശരിയല്ലേ? ഈ കാര്യത്തിൽ നിന്ന് കാരണത്തെ പിൻവലിച്ചാൽ പിന്നെ കാര്യമില്ല. പക്ഷെ കാരണമുണ്ട്. ആഭരണങ്ങളിൽ നിന്ന് അതിൻ്റെ കാരണമായ സ്വർണത്തെ പിൻവലിച്ചു, എടുത്തു, പിന്നെ പണ്ടുണ്ടോ? ആഭരണങ്ങളില്ല. ശരിയല്ലേ? ഈ കാര്യത്തിൽ ഓതപ്രോത രൂപേണ തലങ്ങനെയും വിലങ്ങനെയും എന്തുണ്ട്? കാരണമുണ്ട്. ശരിയോ? അതെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യൂ. പ്രപഞ്ചത്തിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം അനേക രൂപനാമങ്ങളോടുകൂടി പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദർശനമാണ് അല്ലേ? അപ്പോൾ ഇതിനൊരു കാരണം ഉണ്ടായേ പറ്റുള്ളൂ. ആ കാരണം എന്താ? ആ കാരണത്തെക്കുറിച്ച് പല പല ദാർശനികന്മാർ പല പല ചിന്തയിലെത്തിയിട്ടുണ്ട്. അനേക ചിന്തകൾ കണ്ടെത്തിയിട്ടുണ്ട് അവർ അല്ലേ? ശൂന്യമാണ്, അണുവാണ്, പ്രകൃതി പ്രധാനമാണ്, ഇങ്ങനെ പല പല കണ്ടെത്തലുണ്ട്. പക്ഷേ അതൊന്നും പരമമായ തീർപ്പല്ല. അപ്പം ഇവിടെ എന്ത് പറഞ്ഞു? ബ്രഹ്മസൂത്രത്തിലും ഈ ഭാഗവത്തിലും വേദവ്യാസ മഹർഷി എന്ത് പറയണു? ഈ കാണുന്ന പ്രപഞ്ചം ചൈതന്യസ്വരൂപനായ പരമാത്മാവിൽ നിന്നാണ് ഉണ്ടായത്. ജഡല്ല, ചൈതന്യസ്വരൂപമായ സർവജ്ഞവും സർവശക്തവുമായ ചൈതന്യസ്വരൂപനായ പരമാത്മാവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം. അപ്പോൾ ആ കാരണമായ പരമാത്മ തന്നെ വിവിധ രൂപനാമങ്ങളായി കാണപ്പെടുന്നതാണ് പ്രപഞ്ചം. ഇത് കാര്യമാണ്, പ്രപഞ്ചം കാര്യമാണ്, ഇത് കാരണം, പരമാത്മ കാരണമാണ്. അതിനെ ചൂണ്ടിക്കാണിക്കാൻ രണ്ട് ലക്ഷണമാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഒന്ന് സ്വരൂപ ലക്ഷണം, മറ്റൊന്ന് തടസ്ഥ ലക്ഷണം. ഈ ശ്ലോകം 100 വ്യാഖ്യാന, 100-ലധികം വ്യാഖ്യാന. ഇത് ബ്രഹ്മസൂത്രത്തിലെ ഒന്നാമത്തെ സൂത്രം അധാതോ ബ്രഹ്മജിജ്ഞാസ എന്നുള്ളതാണ്. അത് യോഗ്യതയെക്കുറിച്ച് പറയണതാണ്. രണ്ടാം സൂത്രം മുതലാണ് ശരിക്കും തുടങ്ങുന്നത്. എന്താ രണ്ടാമത്തെ സൂത്രം? ജന്മാദ്യസ്യ യതഃ. അപ്പോൾ ആ ബ്രഹ്മസൂത്രത്തിൻ്റെ ആ സൂത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ ശ്രീമദ് ഭാഗവതം മുഴുവൻ. ഇനി ഈ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ബാക്കി 18,000 ശ്ലോകങ്ങളിൽ പറഞ്ഞേക്കണത്, ഒഴിച്ചുള്ള ശ്ലോകങ്ങൾ മുഴുവൻ പറഞ്ഞേക്കണത്. ഈ ഒരു ശ്ലോകത്തിനെ പഠിച്ചാൽ ഭാഗവതം മുഴുവൻ ഉൾക്കൊണ്ടു. മനസ്സിലായോ? അപ്പോൾ ശാസ്ത്രരീത്യ രണ്ട് രീതിയിലാണ് ഇതിനെ ചൂണ്ടിക്കാണിക്കുക. ഒന്ന് സ്വരൂപ ലക്ഷണം, ഒന്ന് തടസ്ഥ ലക്ഷണം. സ്വരൂപ ലക്ഷണം എന്താ? അതിൻ്റെ സ്വരൂപം ഇന്നതാണെന്ന് പറയാം. ഉദാഹരണത്തിന് രാത്രിയിൽ കുട്ടികളെ വിളിച്ചിട്ട് ചന്ദ്രനെ കാണിച്ചു. ചന്ദ്രനെ കണ്ടോ എന്ന് ചോദിച്ചു. ഇത് ആകാശത്തിൽ ചന്ദ്രനുണ്ട്, നോക്ക്. അപ്പോൾ കുട്ടികൾ ആകാശത്തിൽ നോക്കി. ഏതാ ചന്ദ്രൻ? ആകാശത്തിൽ നോക്കുമ്പോൾ രാത്രിയിൽ ചന്ദ്രനെ മാത്രമല്ല കാണുന്നത്, ഒരുപാട് നക്ഷത്രങ്ങളെയും കാണുന്നുണ്ട്. അതിൽ പ്രകാശം കൂടുതലുള്ളതും കുറവുള്ളതും ഒക്കെയുള്ള നക്ഷത്രങ്ങളും ഉണ്ട് അല്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പോൾ ആകാശത്ത് നോക്കിയിട്ട് ഏതാ ഇതിൽ ചന്ദ്രൻ? ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളതാണ് ചന്ദ്രൻ. അപ്പോൾ പ്രകാശമുള്ള നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ നക്ഷത്രങ്ങളെ തമ്മിലാണ് ഈ സച്ചിദാനന്ദ സ്വരൂപ. സച്ചിദാനന്ദ സ്വരൂപൻ എന്നാണ്. സത്തും ചിത്തും ആനന്ദവുമാണ്. ആനന്ദത്തിന് അനന്തം എന്നും പറയും. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നും പറയും. അനന്തം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എന്നർത്ഥം. കാരണം അല്പമായതിൽ ഒരിക്കലും സുഖമില്ല, അനന്തമായതിലേ സുഖമുള്ളൂ എന്നാണ്. എന്നാൽ അല്പേ സുഖമസ്തി ഭൂമാ വൈ സുഖം എന്നാണ് ഛന്ദോഗ്യോപനിഷത്തിൽ സനത്കുമാര മഹർഷി നാരദനെ പഠിപ്പിക്കുക. അല്പമായ എന്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ നശിക്കുന്നതാണ്, അത് ദുഃഖത്തിന് കാരണമാണ്. അനല്പമായ വസ്തു, അല്പമായ വസ്തു കാലദേശങ്ങളുടെ ഉള്ളിലുള്ളതായിട്ടില്ല. കാലദേശങ്ങളുടെ ഉള്ളിലുള്ളതായ വീണ്ടും ലിമിറ്റഡായി, പരിമിതമായി, അത് നശിക്കും.
അപ്പം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തമായ വസ്തു മാത്രമേ അനൽപമായതാവാൻ പറ്റുള്ളൂ, അനന്തമായതാവാൻ പറ്റുള്ളൂ, അല്ലേ, അപാരമായതാവാൻ പറ്റുള്ളൂ, ഇൻഫിനിറ്റ് ആവാൻ പറ്റുള്ളൂ. അതിനാണ് ബ്രഹ്മം. ബ്രഹ്മം സംസ്കൃതത്തിലെ ആ വാക്കിനർത്ഥം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇൻഫിനിറ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ അനന്തം അഥവാ അപാരം ഒക്കെ അർത്ഥം, കാലദേശങ്ങൾക്ക് അതീതമായത്. അപ്പോൾ അത് ആനന്ദ സ്വരൂപമാണ്. അപ്പം സത്താണ്, ചിത്താണ്, ആനന്ദമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ പരമാത്മാവിൻ്റെ സ്വരൂപം. സത്ത് ചില ഉണ്മ. അതിനെ മനസ്സിലാക്കാനാണ് അന്വയാത്. ജന്മാദ്യസ ഏതാന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞു അന്വയാതെന്ന്. അന്വയം ഹേതുവായിട്ട് അന്വയിക്കുക വെച്ചാൽ ചേർന്നിരിക്കുക. അനുസ്യൂതമായി കാര്യത്തിൽ കാരണം ചേർന്നിരിക്കേണ്ടാവും. കാര്യത്തിൽ സർവത്ര കാരണത്തിൻ്റെ വ്യാപ്തിയുണ്ട്. എഫക്ട്സ് ആർ പെർവൈഡഡ് ബൈ ദ കോസ്. ഉദാഹരണം സ്വർണ്ണപ്പണ്ടത്തിൽ മുഴുവൻ ആ കാരണമാവുന്ന സ്വർണത്തിൻ്റെ വ്യാപ്തിയുണ്ട്, അല്ലേ? പ്ലാസ്റ്റിക് കസേരയിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ വ്യാപ്തിയുണ്ട്, ഉണ്ടല്ലോ, അന്വയുണ്ട്. ഇതുമാതിരി ഈ പ്രപഞ്ചത്തിൽ മുഴുവനും പരമാത്മാവ് അങ്ങനെ വ്യാപിച്ചിട്ടുണ്ടാവണ്ടേ? ഭഗവാന്റെ സ്വരൂപലക്ഷണം സത്ത് ചിത്താനന്ദ സത്താണെങ്കിൽ ഉണ്ട്. എങ്ങനെ പറയാം? ഈ ലോകത്തിലെ ഏതൊരു വസ്തുവും നമ്മൾ പറയണത് വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ നാമരൂപമാണേ, അല്ലേ? ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഒരു നാമരൂപം, മരത്തിന് കൊടുത്ത നാമരൂപം. കസേര എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന് കൊടുത്ത രൂപം. ടേബിൾ എന്ന് പറഞ്ഞാൽ വേറൊന്ന്, അല്ലേ? ആ നാമോരൂപം എവിടെ നിൽക്കും? നാമോരൂപം മാത്രമാണോ? നാമോരൂപവും അതിൻ്റെ പുറകിൽ ഉണ്മയുമുണ്ട്. ഈ ഉണ്മ എന്ന് പറയുന്നത് വളരെ വളരെ സൂക്ഷ്മമാണ്, ഇന്ദ്രിയഗ്രാഹ്യമല്ല. അതുകൊണ്ട് നമ്മൾ മിസ് ചെയ്യണം എപ്പോഴും. ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കണത്, പക്ഷെ നമ്മൾ മിസ് ചെയ്യണു. എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഹാളിൽ ഇത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അല്ലേ? ഈ ഹാളിൽ ചെയറുണ്ട്, ആൾക്കാരുണ്ട്. ചെയർ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ആളിരിക്കാൻ ചെയർ വേണം. ആളും ചെയർ ഇരിക്കണം എവിടെയാണ്? സ്പേസിൽ, അല്ലേ? സ്പേസ് ഉണ്ടെങ്കിൽ എന്തിനും ഇരിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ ഈ ചെയർ ഇരിക്കണം, നിങ്ങൾ ഇരിക്കണം, എത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന അവിടെ മാത്രമേ സ്പേസ് ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പില്ലേ? കോവിഡ് അകലം പാലിച്ചിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ അകലുണ്ടല്ലോ ഒരടി, ഈ ഇടയിൽ സ്പേസ് ഇല്ലേ? ഉണ്ട്. പക്ഷേ ആളും വസ്തു ഇരിക്കുമ്പോൾ അവിടുത്തെ സ്പേസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പം. വസ്തു ഇല്ലാത്തടുത്ത് സ്പേസ് ഉണ്ട്, പക്ഷെ ആ സ്പേസിനെ നമ്മൾ തിരിച്ചറിയണില്ല. സാധാരണ നിലയിൽ വി ആർ ടേക്കിംഗ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയില്ലേ? സ്പേസ് ഉണ്ട്, പക്ഷേ സ്പേസ് നമ്മൾ അത്രയും കാര്യമാക്കണില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല. ഈ സ്പേസ് പോലും ആ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മവും ആദിയിലുണ്ടായതാണ്. പരമാത്മാവെന്ന് ആദ്യം ഉണ്ടായത് ആകാശമാണ്. ആ സ്പേസിൻ്റെ നില തന്നെ ഇങ്ങനെയാണെങ്കിൽ ആ സ്പേസിന് പോലും എക്സിസ്റ്റൻസ് കൊടുക്കുന്ന ഉണ്മ, എക്സിസ്റ്റൻസ്, അതിലാണ് എല്ലാ രൂപവും നാമവും നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ പ്രപഞ്ചകാരണനായ പരമാത്മാവ് സച്ചിദാനന്ദനാണെങ്കിൽ അതിൽ ആ സത്ത് ആദ്യം പറഞ്ഞ കാരണം കാര്യത്തിന് മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടാവണം, അന്വയിച്ചിട്ടുണ്ടാവണം, അല്ലേ? ഉണ്ട്. വെള്ളിപ്പാത്രത്തിൽ വെള്ളി എന്നോണം, പണ്ടത്തിൽ സ്വർണ്ണം എന്നോണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ടാവണ്ടേ? ഉണ്ട്. എങ്ങനെയാ ഇതിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ആ പരമാത്മാ? ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും എന്ന് പറഞ്ഞാൽ പറ്റുമോ? അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റിയേനെ, അല്ലേ? ശരിയല്ലേ? അങ്ങനെയായിട്ടല്ല. പിന്നെയോ സത്തായിട്ട്, സത്രൂപേണ. സത്രൂപം എന്ന് വെച്ചാലോ സത്ത് എന്ന് വെച്ചാൽ ഉണ്മാനർത്ഥം. സത്താമാത്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദാഷ്ടകം എന്ന് പറഞ്ഞൊരു അഷ്ടകമുണ്ട്. അതിൽ ആചാര്യസ്വാമി പറഞ്ഞു സത്താമാത്രനാണവൻ. ആരാണ്? പ്രഭു ഭഗവാൻ. സത്ത ഉണ്മ മാത്രം സ്വരൂപമായവൻ എന്നർത്ഥം. സത്താമാത്രം വിഷ്ണുരധ്യാത്മദീപ എന്ന് ശ്രീകൃഷ്ണാവതാരത്തിൽ ജയിലിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ ദേവകി സ്തുതിക്കുമ്പോൾ പറയണം. സത്താമാത്രം വിഷ്ണു, അവിടുത്തെ വിഷ്ണുവാണ്, അവിടുത്തെ സ്വരൂപം എന്താ? സത്ത, ഉണ്മ. ആ ഉണ്മയാണ് എങ്ങുള്ളൂ. വേറെ ഏതൊന്ന് കൽപ്പിച്ചാലും അതിന് ലിമിറ്റേഷൻ വന്നു, പരിമിതി വന്നു. ഉണ്മയ്ക്കോ പരിമിതിയില്ല. ഉണ്മ ഇല്ലാത്തടണ്ടോ? വിഷ്ണുവാണ്, സർവ്വവ്യാപിയാണ്. ശരിയോ? ഞാൻ എന്തിനാ ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ കുറച്ചിത് മനസ്സിലാക്കാൻ ഇത്തിരി വിഷമായാലും ഇങ്ങനെയാണ് ഭാഗം എന്നൊക്കെ ചില ആൾക്കാർ ഇതിങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? സപ്താഹിൽ ഇതൊന്നും പറയില്ല. സപ്താഹിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോർഷൻ തീരില്ല. രണ്ടാമത് ആൾക്കാർ ഒരു സപ്താഹത്തിൽ പോയിട്ട് പറഞ്ഞു
ഒരു ചിലയിടത്ത് ആൾക്കാർ ആവശ്യപ്പെട്ട് പറഞ്ഞു, ആദ്യത്തെ സെഷനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു, സ്വാമിക്ക് ഭാഗവതമൊന്നും അറിയില്ല കേട്ടോ, സ്വാമി ഇതുവരെയായിട്ട് ഭാഗവതം തുടങ്ങിയിട്ടില്ല, ഉച്ചയായി നേരം. എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയുണ്ടാ. പക്ഷേ ഇപ്പം നമ്മുടെ ക്ലാസ് അങ്ങനെയല്ലല്ലോ. ഇതിലിപ്പോൾ ഇന്ന ദിവസം തീർക്കണം എന്നൊന്നും നമ്മൾ കോൺട്രാക്റ്റിൽ എടുത്തിട്ടില്ല. ഭഗവാൻ നിശ്ചയിക്കുമ്പോൾ നടക്കട്ടെ, തീരട്ടെ. പക്ഷേ ഇതൊന്നും നമുക്ക് ഇങ്ങനെയല്ലേ ഒന്ന് ആഴത്തിൽ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? ശൃണ്വൻ, കേട്ടാൽ മാത്രം പോരാ, വിപഠൻ എന്ന് പറഞ്ഞു. വിപഠൻ ചില പഠിക്കാൻ വെച്ചാൽ അർത്ഥത്തോടെ പഠിക്കാന്നാ, വിത്ത് മീനിങ്. വിപഠൻ ചില വിശേഷണ ഡീപ്പായിട്ട് പഠിക്കണം എന്നാ അല്ലേ? വിചാരണപരഹ, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, വിചാരം ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച്. ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് തന്നെ ഒരു തരം വിചാരമാണ് അല്ലേ? ഭക്തിയാ വിമുച്ഛേ നരഹാന, അവൻ ഭക്തി കൊണ്ട് മുക്തനായിത്തീരും. ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കൂ, വിഷ്ണു സർവവ്യായവിയായ വസ്തു സത്ത മാത്രമേ പറ്റുള്ളൂ, ഉണ്മ മാത്രമേ പറ്റുള്ളൂ. കാരണം ഉണ്മയില്ലാത്ത ഒരു ഇടമുണ്ടോ? എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരിടം കാണിച്ചു തരാൻ പറ്റുമോ? ഈ ഇടത്ത് ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടോ ഇല്ലയോ? എക്സിസ്റ്റൻസ് ഉണ്ട് അവിടെ. ഇല്ലായ്മയ്ക്കും ഉണ്മ ഉണ്ട് അല്ലേ? ശരിയല്ലേ? നേരത്തെ പറഞ്ഞ വസ്തു ഉള്ളയിടത്ത് സ്പേസ് ഉണ്ട്, വസ്തു ഇല്ലാത്തയിടത്ത് സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി എല്ലായിടത്തും ഈ ഉണ്മയായ ഭഗവാനുണ്ട്. കാലവും ദേശവും അടക്കം ആ ഉണ്മ സ്വരൂപമായ പ്രഭുവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭുവിനെ കാലദേശാവധിഭ്യാം നിർമുക്തം എന്ന് പറഞ്ഞത്. ഈ ലോകത്തിനും ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. കാലം ദേശം എന്ന ഒരു അവധിയുണ്ട്, അതിന് ലിമിറ്റ് ഉണ്ട്. ഇതിനപ്പുറത്താ ഇതിനൊക്കെ ആധാരമാണ്. ഏതൊരു വസ്തുവും ഉണ്ട് എന്നാണ് നമ്മൾ അറിയണത് അല്ലേ? ഞാനുണ്ട്, നിങ്ങളുണ്ട്, വീടുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പകലുണ്ട്, രാത്രിയുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, പുസ്തകമുണ്ട്, പേനയുണ്ട്, വാച്ചുണ്ട് അല്ലേ? ഉണ്ട് 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 അല്ലേ? ഒരാൾ ചോദിച്ചു, ഇന്ന് ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ടോ സത്സംഗത്തിന്? അവിടെ ഇന്ന് ഗോപാലകൃഷ്ണൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഗോമതി വന്നിട്ടുണ്ടോ? ഗോമതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ രണ്ടിടത്തും ഉണ്ട്? ഉണ്ട്. എന്തുണ്ട്? ഗോമതി ഉണ്ട്, ഗോമതി അസ്ഥി. മനസ്സിലായോ? ഗോമതി അസ്ഥിച്ച ഗോമതി ഉണ്ട്, ഗോമതിയുടെ ഉണ്മയുണ്ട്. ഗോപാലകൃഷ്ണൻ്റെ ഗോപാലകൃഷ്ണൻ ഇല്ല, ഗോപാലകൃഷ്ണൻ്റെ ഇല്ലായ്മയും ഉണ്ട്. ആബ്സെൻസ് ഓൾസോ ഈസ്. മനസ്സിലാവുണ്ടോ? അപ്പം ഈസിനെസ്സിനെ കൂടാതെ നമുക്കിത് വളരെ സയൻറ്റിഫിക് ആണെന്ന് പറയാനാണ് ഞാൻ ഇതൊക്കെ പറയണത്. നമ്മൾ ഒരു കൊക്കാൻ്റെ ബുള്ളിൻ്റെ സ്റ്റോറി എന്നല്ലത്. ഇത് വളരെ ആധുനിക ശാസ്ത്രം. എന്താ പറയുക, പൂട്ട് നമസ്കരിക്കുന്ന നമ്മുടെ ശിഷ്യന്മാരെ അത്രയും കേമാണ് നമ്മുടെ ഭാഗവതം എന്ന്. ഇതിലെ പ്രതിപാദ്യ വിഷയം മോഡേൺ സയൻസിന് മാർഗദർശനം കൊടുക്കുന്നു, വഴികാട്ടിയാണ് നമ്മുടെ ഭാഗവതവും വ്യാസമഹർഷിയും നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ. കാരണം അവരത്ര സ്പഷ്ടമായി സത്യത്തെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിക്കണു. മറ്റുള്ള മതങ്ങൾക്ക് വിശ്വാസമാണ് ദൈവം എന്ന് പറഞ്ഞാലേ. ദൈവത്തെക്കുറിച്ച് ചോദിച്ചാലോ, അയ്യോ അത് പാവാ, ശരിയല്ലേ? ചോദിക്കാൻ പാടില്ല. അപ്പോൾ അത് അസ്വരൂപ ലക്ഷണം, സത്ത് ചിത്ത് ആനന്ദം, സത്ത്. അപ്പോൾ സത്ത് എല്ലാത്തിലും ഇല്ലേ? ഉണ്ട്. ഇനിയോ അടുത്ത ആസ്പെക്ട് ചിത്താണ്. ചിത്തം വെച്ചാൽ ജ്ഞാനം, അറിവ്, ബോധം എന്നൊക്കെ അർത്ഥം, ചൈതന്യം എന്നൊക്കെ അർത്ഥം. അതിനെയാണ് സൂചിപ്പിച്ചത് അർത്ഥേഷു അഭിജ്ഞ എന്ന്. നമുക്ക് ഈ ഓരോ പദം എടുത്തൊന്ന് നോക്കൂ. അർത്ഥേഷു, അർത്ഥം വെച്ചാൽ എല്ലാ പദാർത്ഥങ്ങളും ജീവജാലങ്ങളിലും. അഭിജ്ഞ, അഭിജ്ഞ വെച്ചാലോ അറിവായിട്ട്, ബോധമായിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ കഥ എടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ ജഡമല്ലേ? ഈ ജഡമായ വസ്തുക്കൾക്ക് തലത്താനെ പ്രവർത്തിക്കാനുള്ള സാമർഥ്യം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഈ ജഡമായ വസ്തുക്കളെ എന്തിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രവർത്തിക്കുക? അതിനെ പ്രവർത്തിക്കുന്ന ശക്തി വേണം, ചൈതന്യ സാന്നിധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരകം. ദേഹേന്ദ്രിയ മനോബുദ്ധികൾ ആ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ്. ചിൽസ്വരൂപനായ ഭഗവാൻ ചിന്മയൻ, ചിൽസ്വരൂപൻ എന്നൊക്കെ പറയാം. അപ്പോൾ ആ ചിന്മയനായ, ചിൽസ്വരൂപനായ, ബോധസ്വരൂപനായ ആ പ്രഭുവിൻ്റെ സാന്നിധ്യത്തിലാണ് ജഡമായ ദേഹേന്ദ്രിയാദികൾക്ക് ജീവനുള്ളത്, പ്രവർത്തിക്കാനുള്ള സാമർഥ്യമുള്ളത് എന്നർത്ഥം. കാണാൻ, കേൾക്കാൻ, എടുക്കാൻ, കൊടുക്കാൻ, മണക്കാൻ, സ്വാദറിയാൻ, ഓടാൻ, എല്ലാത്തിനും. അപ്പം ചിത്താസ്പെക്റ്റിനെ മനസ്സിലായി. സത്തും ഉണ്ട്, ചിത്തുമുണ്ട്. ചിത്ത് മനസ്സിലായില്ലേ അല്ലേ? ഇപ്പം എല്ലാത്തിനും സത്തുണ്ട്. സത്ത് കോമൺ എല്ലാത്തിലും ഉണ്ട്. അതിനിപ്പോൾ ജീവൻ ഉണ്ടാവണ്ട, ഇടത്തിലും ഉണ്ട് അല്ലേ? ചിത്ത് നമുക്ക്
അതിലുണ്ട്, പക്ഷെ അതിന് പ്രകടമാവാനുള്ള സൂക്ഷ്മ ശരീരമില്ല, അതുകൊണ്ട് മനസ്സിലാവാത്തതാ. എല്ലാത്തിലും ഉണ്ട് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ. പക്ഷേ ചിത്ത് ജീവജാലങ്ങളിൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നാം ഉണ്ട് എന്ന് നാം അറിയുന്നു എന്നല്ലേ പറഞ്ഞു. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ലോകത്തെ അറിയാൻ പറ്റണ്ടല്ലോ. എങ്ങനെ അറിയാൻ പറ്റും? ആ ബോധസ്വരൂപനായ പ്രഭു ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമ്മുടെ അകത്തുള്ള ചിന്തകളെയും പുറത്തുള്ള വസ്തുക്കളെയും നമ്മൾ അറിയണില്ലേ? ഐ ആം കോൺഷ്യസ് ഓഫ്, കോൺഷ്യസ് ഓഫ്, കോൺഷ്യസ് ഓഫ്, അവെയർ ഓഫ്. മൈനസ് ദാറ്റ് അവെയർനെസ് നമുക്ക് എന്തിനെ കുറിച്ച് അറിയാൻ പറ്റിയാൽ പറയൂ? പറ്റുമോ? ഇല്ല. അപ്പം അതാരാ? അത് ഭഗവാനാണെന്നർത്ഥം, ചിൽസ്വരൂപനാണ്. അപ്പം സത്തായി ചിത്തായി അല്ലേ? ഇനിയോ സ്വരാട്ട്. സ്വരാട്ട് എന്ന് പറയുന്നുണ്ടോ? അത് സ്വയം പ്രകാശ സ്വരൂപമാണെന്നും. അതാണ് എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. ഒരനുഭവം നമുക്കുണ്ടാവണമെങ്കിൽ എന്താ ഘടകം വേണം? ഒരനുഭവം എങ്ങനെ ഉണ്ടാവുക? ഒരനുഭവം ഉണ്ടാവണമെങ്കിൽ ആ വസ്തുവിൻ്റെ ഒരു വിചാരം, ഒരു തോട്ട് മനസ്സിൽ വരണം. ആ വിചാരം മനസ്സിൽ വന്നാൽ മാത്രം പോരാ, ആ വിചാരത്തെ അതിൻ്റെ പുറകിലുള്ള ആ ബോധം, ചൈതന്യം പ്രകാശിപ്പിക്കുകയും വേണം. അപ്പോഴാണ് ഇത് ഇന്നതാണുള്ള അനുഭവം ഉണ്ടാവുക. ഒന്നിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിലോ ബ്ലാങ്ക്, ഒന്നിൻ്റെ അനുഭവം ഇല്ല. ശരിയല്ലേ? വസ്തു നേരിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നില്ലല്ലോ. ഒരു വസ്തുവിനെ നമ്മൾ കണ്ടു, എന്താ ഉണ്ടായത്? ആ വസ്തുവിനെ കുറിച്ചുള്ള ഒരു വൃത്തി എന്നാണ് ശാസ്ത്രീയമായി പറയാം. ചിന്ത മനസ്സിൽ വന്നു. ആ ചിന്തയെ അതിൻ്റെ പുറകിൽ ഒരാൾ പ്രകാശിപ്പിച്ചു, ലൈറ്റ് അടിച്ച്. അപ്പോൾ കോൺഷ്യസ്നസ് പ്ലസ് തോട്ട്സ് ഈസ് ഈക്വൽ ടു ആൻ ഒബ്ജക്റ്റ് ഓർ എക്സ്പീരിയൻസ്. എന്തും ഒരനുഭവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ബോധം വേണം, ചിന്തയും വേണം. ശാസ്ത്രീയമല്ലേ? അതെ. അപ്പോൾ ഈ ചിന്തകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ സ്വയം പ്രകാശ സ്വരൂപനായിട്ടിരിക്കണം. പറയണു ഒരിടത്ത്, സ്വയം ഭാതി തഥ അന്യാനി ഭാസയേൽ സാധനം വിനാ. ദൃശ്യവിവേകത്തിൽ സ്വയം ഭാതി, ഈ ചിൽസ്വരൂപനായ പ്രഭു നമ്മിൽ ഓരോരുത്തരും സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം പ്രകാശിച്ചുകൊണ്ട വസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ മറ്റെന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രകാശിക്കപ്പെടും അല്ലേ? സൂര്യൻ സ്വയംപ്രകാശ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ എന്തൊക്കെയുണ്ട് അതിനൊക്കെ അത് പ്രകാശിപ്പിക്കും അല്ലേ? അതുപോലെ സ്വയംഭാതി, സ്വയം പ്രകാശിച്ചുകൊണ്ട് ഉള്ളിൽ അറിവായിരുന്നുകൊണ്ട് മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, അറിയുന്നു. നമ്മളെ പ്രകാശിപ്പിക്കുന്നു വെച്ചാൽ അറിയുന്നു. വെളിയിലുള്ള വസ്തുക്കളെയും അന്യാനി മറ്റെല്ലാത്തിനെയും എങ്ങനെ? സാധനം വിന, വേറൊന്നിൻ്റെ ഹെൽപ്പ് കൂടാതെ. അത് സ്വതന്ത്ര സത്തയാണ്, സ്വപ്രകാശ ചൈതന്യം എന്ന് സൂചിപ്പിക്കുകയാണ് സ്വരാട്ടിനുള്ള പദം. ഇനി സത്തായപ്പോൾ ചിത്തായപ്പോൾ ആനന്ദമായി. ആനന്ദമാണ് എങ്ങനെയാണ്? ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. ദുഃഖത്തിൽ നിന്നൊന്നും ഒരു സൃഷ്ടിയില്ല. ഒരു സൃഷ്ടി ആനന്ദത്തിനേ ഉള്ളൂ. സന്തോഷമായിരിക്കുമ്പോഴേ സൃഷ്ടിയുള്ളൂ. എവിടെ സൃഷ്ടി ഇറക്കണമെങ്കിലും ആനന്ദാധ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ എന്ന് ശ്രുതി പ്രമാണമുണ്ട്. ആനന്ദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. ആനന്ദാധ്യേവ ജീവന്തി അനന്തേ അനന്തം സംവിശന്തി, അതിലേക്ക് തിരിച്ചു ലയിക്കുന്നു എന്നാണ് ശ്രുതി. അതെ. അപ്പോൾ സത്തും ചിത്തും ആനന്ദവും. ഈ വാസ്തവത്തിൽ ഈ സത്തും ചിത്തും ആനന്ദവും മൂന്നാണോ എന്ന് വെച്ചാൽ അല്ല, ഒന്ന് തന്നെയാണ്. സത്തും ചിത്തും വേറെ വേറെയല്ല. എങ്ങനെ പറയാൻ പറ്റും? ഇപ്പം സത്ത് എന്ന് വെച്ചാൽ ഉണ്മ, എക്സിസ്റ്റൻസ്. ആ എക്സിസ്റ്റൻസ് ചിത്തല്ല, കോൺഷ്യസ്നസ് അല്ലാതിരിക്കുക, എന്താവും ശരി? ആ എക്സിസ്റ്റൻസ് ബിക്കം ഇനേർട്ട്. ആ ഉണ്മ ജഡമായി മാറും. ശരിയോ? ഇനി ചിത്ത് സത്തല്ലാന്നിരിക്കുക, കോൺഷ്യസ്നസ് സത്തല്ലാന്നിരിക്കുക, എന്താവും? ദാറ്റ് കോൺഷ്യസ്നസ് ബിക്കം നോൺ എക്സിസ്റ്റൻസ്, ഇല്ലാത്ത വസ്തുവാവും. ശരിയോ? അതുകൊണ്ട് ഋഷി പറഞ്ഞു സത്ത് തന്നെ ചിത്ത്, ചിത്ത് തന്നെ സത്ത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ മൂന്ന് വാക്കായിട്ട് പറയാം. മനസ്സിലായില്ലേ? നമുക്കിങ്ങനെ ആകുമ്പോൾ ഓരോന്നും സ്പഷ്ടമായിട്ട് സത്ത ഉണ്മ തിരിച്ചറിയാൻ കഴിയും, ബോധിക്കുന്നു ബോധം അതറിയാൻ കഴിയും അല്ലേ? അതിൻ്റെ സ്വരൂപമാണ് ആനന്ദം. അപ്പോൾ നമുക്കിന്ന് അറിയണില്ലേ, പക്ഷേ ആ സത്യവസ്തുവാണ് ആനന്ദ സ്വരൂപം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ശാശ്വത ആനന്ദം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ സച്ചിദാനന്ദ സ്വരൂപനായി നമ്മിൽ ഓരോരുത്തരിലും സദാ ഉണ്മയായി, സദാ ബോധമായി, സദാ ചിത്തായി വിളങ്ങുന്ന ആ സത്യസ്വരൂപൻ്റെ സാക്ഷാത്കാരം വേണം. അതെന്താ വഴി? ധീമഹി. വ്യാസമഹർഷി താൻ ഒറ്റയ്ക്കല്ല, വ്യാസമഹർഷിയും ഈ ഭാഗവതം പഠിക്കണവരും പറയണവരും കേൾക്കണവരും ഒക്കെ ആ സത്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു, ശാന്തി സുഖം. അതുകൊണ്ട് ഞങ്ങളൊക്കെ ധ്യാനിക്കുന്നു, ബഹുവചനത്തിൽ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി ഈ പറഞ്ഞതിലൂടെ വലിയ സാധനാപരമായിട്ട്
ഇതിപ്പോൾ നമുക്കൊരു ഒരു 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 തിയറി എന്ന് വിചാരിക്കാം. ഇതിൻ്റെ പ്രായോഗിക വശം എടുക്കൂ. ഇതിൻ്റെ പ്രായോഗിക വശം വളരെ കേമ. എന്താ അത്? അപ്പോൾ സ്വർണം തന്നെ കാരണം തന്നെ കാര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. വിവിധ രൂപനാമങ്ങളാണ് കാര്യം എന്ന് പറയുന്നത് അല്ലേ? സ്വർണം തന്നെ പല രൂപങ്ങളായിരിക്കണതാണ് ആഭരണം എന്ന് പറഞ്ഞു. ഇതുമാതിരി സത് ചിത്ത് ആനന്ദ സ്വരൂപനായ പരമാത്മ തന്നെ നാമരൂപാത്മകമായ പ്രപഞ്ചമായിരിക്കണം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നാമരൂപമാണ്. സൃഷ്ടിർനാമ ബ്രഹ്മരൂപേ സച്ചിദാനന്ദ വസ്തുവിനി അബ്ധൗ ഭേനാധിപത് സർവനാമരൂപ പ്രസാരണമാണ്. ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഇതിൻ്റെ റെഫറൻസ് പറഞ്ഞാൽ ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിർനാമ, വാട്ട് ഈസ് ക്രിയേഷൻ? സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കുക. സൃഷ്ടിർനാമ, സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്ത്? നാമരൂപ പ്രസാരണ, നാമരൂപങ്ങളെ കൽപ്പിക്കല, ഉണ്ടാക്കല. ഉദാഹരണം അബ്ധൗ, അബ്ധി, അബ്ധിഞ്ച സമുദ്രം. അബ്ധൗ ഭേനാധിപത്. ഭേനം എന്ന് പറഞ്ഞാലോ നുര, നുര പദ തിര അല്ലേ? തിരമാലകൾ, തിരമാല കറയ്ക്കാൻ നടിച്ചു കഴിഞ്ഞാൽ അത് നുരയും പതയൊക്കെ ആയിട്ട് മാറും. വാസ്തവത്തിൽ തിര നുര പത എന്നൊക്കെ പറയണത് എന്താണ്? തിരയെ തൊട്ടാലും നുരയെ തൊട്ടാലും പതയെ തൊട്ടാലും തൊടണ ആരെയാ? സമുദ്രത്തെ. അബ്ധൗ, അബ്ധിയാണുള്ളൂ, സമുദ്രമാണുള്ളത് അല്ലേ? ആ ഓഷ്യനിക് വാട്ടറാണുള്ളത്. അപ്പോൾ പിന്നെ എന്തിനാ നിങ്ങൾ നുര തര പത സുനാമി എന്നൊക്കെ പറഞ്ഞത്? അത് രൂപം കൊണ്ടു അല്ലേ? അതൊരു രൂപം, കാറ്റ് കൊടുത്ത് ഒരു രൂപം എടുത്തു, അപ്പോൾ അതിനൊരു പേരിട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ അബ്ധൗ ഭേനാധിപത്. സമുദ്രജലത്തിൽ കാറ്റുകൊണ്ട് വെള്ളം ഉയർന്നപ്പോൾ അതിന് തിര നുര പത എന്നൊക്കെ വ്യവഹരിച്ചുല്ലോ. അപ്പോൾ സൃഷ്ടിയായി. ഇതുപോലെ സച്ചിദാനന്ദ വസ്തുവിനി, സച്ചിദാനന്ദ വസ്തുവായ പരമാത്മ ഭഗവാനിൽ നാമരൂപ പ്രസാരണ, നാമരൂപങ്ങളുടെ ആവിർഭാവം ഉണ്ടാവുമ്പോൾ സൃഷ്ടി എന്ന് പറയുന്നു. തിരോഭാവം ഉണ്ടാവുമ്പോഴോ ലയം എന്നും പറയണു, സംഹാരം. ഇതാണ് സൃഷ്ടി സ്ഥിതി ലയങ്ങളുടെ രഹസ്യം. അപ്പോൾ വാസ്തവത്തിൽ ആ സച്ചിദാനന്ദ വസ്തുവായ പരമാത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് ഇവിടെ നാമരൂപാത്മകമായ സൃഷ്ടി ഉണ്ടാവുകയോ നിലനിൽക്കുകയോ ചെയ്യുന്നുണ്ടോ? എങ്ങനെ ഉദാഹരണം നോക്കണം. ഉദാഹരണം നമുക്ക് മനസ്സിലാവുള്ളൂ. സമുദ്രത്തിൽ നിന്ന് വേറിട്ടിട്ട് ഇവിടെ തിരയും നുരയും പതയുമാകുന്ന സൃഷ്ടി ഉണ്ടാകുകയും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതാണ് ആത്യന്തികമായ സത്യം. ഇത് സാക്ഷാത്കരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് ഈ ഭാഗവത മുഴുവൻ പറയുന്നത്. അതിന് നമ്മളെ പാകപ്പെടുത്തുക. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ള സാധന ഇവിടെ പറയുന്നു. അർത്ഥേഷു അഭിജ്ഞ അന്വയാത് എന്ന് പറഞ്ഞുകൊണ്ട്, അന്വയാത് ഇതരാന്നുള്ള ആ യുക്തി കൊണ്ട് പറയുകയാണ് എല്ലാത്തിനും കാരണം ദ്രവ്യം കാര്യത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് എന്ന മാതിരി പ്രപഞ്ചകാരനായ പരമാത്മാ ഈ ലോകത്തിൽ മുഴുവനും അനുസ്യൂതമായിട്ട് വ്യാപിച്ചിരിക്കണു. അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണെങ്കിൽ എന്താവും? ഈ കാണപ്പെടുന്ന ചരാചര പ്രപഞ്ചം മുഴുവനും വെഷ്ടിയും സമഷ്ടിയും, ഇൻഡിവിജ്വൽ ബോഡിയും ടോട്ടൽ ബോഡിയും എല്ലാം ചേർന്നത്, അതിലുള്ള എല്ലാ ശരീരങ്ങളും വാസ്തവത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രത്യക്ഷമായി കാണത്തക്ക നിലയിലിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ തന്നെ സ്ഥൂലമായ പ്രകടരൂപമല്ലേ? ഇതിനെ നിങ്ങൾ വേറൊരു രീതിയിൽ നോക്കൂ. ഈ പ്രസ്താവനയെ നിങ്ങൾ വേറൊരു രീതിയിൽ നോക്കൂ. അപ്പോഴാണ് സാധനാമാർഗത്തിൽ നമുക്ക് സഹായകമാവുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ഒരു ഇൻഫർമേഷൻ മാത്രമായി മാറും. മനസ്സിലായോ? ഈ പറഞ്ഞത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ തിരമാലകൾ മുഴുവനും തിരയും മുരയൊക്കെ സമുദ്രം തന്നെയാണ്. ആഭരണങ്ങളൊക്കെ സ്വർണത്തിൽ നാമരൂപങ്ങൾ കൽപ്പിച്ചതാണ് എന്ന മാതിരി ആ സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവിൽ കൽപ്പിച്ച അതിന് കൊടുത്ത വിവിധ രൂപനാമങ്ങളാണ് ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ, ഈ സൃഷ്ടിക്കപ്പെട്ട ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം ജഗത്ത് മുഴുവനും സമഷ്ടി മുഴുവനും, സമഷ്ടിയിലെല്ലാം വെട്ടിയും പെട്ടു, അത് മുഴുവനും ആ സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവിൻ്റെ സ്ഥൂല രൂപമല്ലേ, സ്ഥൂല ശരീരമല്ലേ? അപ്പം നാം സ്ഥൂലമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് അത്രയും ഭഗവാന്റെ സ്ഥൂല രൂപമാണ്, പ്രകട രൂപമാണ്. നമ്മുടെ സ്ഥൂല രൂപം ഏതാ? ഈ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഈ രൂപം. നമ്മുടെ സൂക്ഷ്മത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഈ സ്ഥൂല ശരീരത്തിൻ്റെ. സൂക്ഷ്മ ശരീരം ചിന്തകളും മനസ്സൊക്കെയാ. അതിൽ സൂക്ഷ്മമാണ് ചൈതന്യം, അതിനൊട്ടും കാണാൻ പറ്റില്ല. അപ്പം നോക്കൂ, ആ പരമാത്മാവിൻ്റെ സൂക്ഷ്മരൂപം നാം കണ്ടു. സത്തം നമുക്ക് മനസ്സിലാക്കാൻ വിഷമം, സ്പേസിനെ തന്നെ തിരിച്ചറിയാൻ വിഷമം. അപ്പോൾ അതിന് ഉണ്മ കൊടുക്കുന്ന ഉണ്മയെ കാണാൻ അതിനേക്കാൾ വിഷമം തിരിച്ചറിയാൻ. പക്ഷേ നമുക്ക് ഊഹിക്കാം
ഈ കാണുന്ന സ്ഥൂല പ്രപഞ്ചം ഭഗവാന്റെ ശരീരം. ജഗതിദമഖിലം തവ രൂപം. ജയ 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 ഹര 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 ശിവ 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 പരമേശ. ഭഗവാനെ, ഈ കാണുന്നതെല്ലാം അവിടുത്തെ രൂപം. അതുകൊണ്ട് പറയണു, ദൃശ്യതേ ശ്രൂയതേ വിവാ. ഇവിടെ കാണുന്നതും കേൾക്കുന്നതും എന്തൊക്കെയുണ്ടോ അന്തർബഹിശ്ച ഭൂതാനാം വ്യാപ്യ നാരായണ സ്ഥിത. നാരായണനാണിതെല്ലാം. ഇവിടുന്ന് വിട്ട് നിങ്ങൾ നാരായണനെ എവിടെ അന്വേഷിച്ച് പോകും ചോദിക്കാം. അതാണ് ഭഗവാന്റെ വിരാട് സ്വരൂപം എന്നൊക്കെ ഇനി ഭാഗവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പറയും. മനസ്സിലായില്ലേ? ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദി ദേവകളും അർക്കേന്തു വന്യകളോടൊപ്പം ത്രിമൂർത്തികളും അഗ്രേ, എൻ്റെ മുമ്പിൽ, അഗ്രേച്ച മുമ്പിൽ, ഈ സ്ഥൂലമായ നഗ്നമായ കണ്ണിന് കാണാൻ പാകത്തിന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇതൊക്കെ എന്താണെന്നാ പറയണേ ഹരിനാമകീർത്തനകാരൻ. എന്താ? ഇക്കണ്ട വിശ്വമതും, ഈ വിശ്വം മുഴുവനും, ഈ വിശ്വത്തിൽ പ്രധാനപ്പെട്ട എടുത്തു കാണിക്കുക. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദി ദേവകളും, ആരാധിക്കപ്പെടുന്ന വിവിധ രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവതകളും, അർക്കേന്തു വന്യകളും, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇത്യാദിയും ഒക്കെയും അഗ്രേ, നീ എൻ്റെ മുമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനാണ്. വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ വിവിധം രാജതേ ഇരി വിരാട്. ഒരേ ഒരു സത്യവസ്തു പല രൂപത്തിൽ പ്രകടമാവുക. അതാണ് അഗ്രേ വിരാട് പുരുഷ, നീ വിരാട് പുരുഷനാ. ഇതെനിക്ക് ഓർമ്മ വരണം എന്നാ പറയണേ. മനസ്സിലായോ? നിൻ മൂലം എന്താണ്? ഇതിൻ്റെയൊക്കെ മൂലമായിരിക്കണം എന്താ? അക്ഷരം നാശരഹിതമായ പരമാത്മ. അക്ഷരം ബ്രഹ്മ പരമാത്മ. അതെവിടെയുണ്ട്? തൻ്റെ ഉള്ളിൽ ബോധമായി ഇതിനൊക്കെ കാണിച്ചു എന്നുണ്ട്, പ്രകാശിപ്പിച്ചുകൊണ്ട് ചൈതന്യരൂപേണ നമ്മുടെ ഉള്ളിലുമുണ്ട്. അതാണ് ആ അകത്തുള്ളതാണ് ഈ പുറത്ത് കാണുന്നത്. ഇത് കണ്ണു കൊടന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തെ കാണുമ്പോൾ ഓർമ്മിക്കാറാവണം, അതിനനുഗ്രഹിക്കണം. ഇത് സാധന. ഈ ഭാവന കൊണ്ട് നമ്മുടെ രാഗദ്വേഷങ്ങൾ നീങ്ങിക്കിട്ടും, മനസ്സ് ശുദ്ധമാകും. അങ്ങനെ മനസ്സ് ശുദ്ധമാകുള്ളൂ. നമുക്ക് രാഗദ്വേഷങ്ങൾ എന്തുകൊണ്ടാണ്? ചിലത് നല്ലത്, ചിലത് ചീത്ത, ചിലത് കൊള്ളാം, ചിലത് കൊള്ളില്ല, ചിലത് എൻ്റെ, ചിലത് അന്യൻ്റെ, ഇങ്ങനെ വിചാരില്ലേ? അതിന് മുഴുവൻ കാരണം നമ്മൾ ഈ നാമരൂപത്തെ മാത്രം സത്യമായി വിശ്വസിക്കണോണ്ടാണ്. ശരിയോ? അപ്പോൾ ഈ പറഞ്ഞതിലൂടെ ഒന്നാമത്തെ ശ്ലോകത്തെ നിങ്ങളിങ്ങനെ എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. മനസ്സിലായില്ലേ? ഇങ്ങനെ വിചാരം ചെയ്ത് നോക്കിയാൽ എന്താണ് അന്വയാതിതരത എന്ന് പറഞ്ഞുകൊണ്ടും ഈ അർത്ഥേഷു അഭിജ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചത്? എല്ലാത്തിലും ചൈതന്യമായി ബോധസ്വരൂപമായിരിക്കുന്നു. ഈ എല്ലാ നാമരൂപ പ്രപഞ്ച സൃഷ്ടിയിൽ മുഴുവനും ആ കാരണം കാര്യത്തിൽ വ്യാപിക്കണമായി വ്യാപിച്ചിരിക്കുന്നു പരമാത്മാ എന്ന് പറഞ്ഞാൽ ആ പരമാത്മ സാന്നിധ്യമില്ലാതെ ഒരു വസ്തുവില്ല ഇവിടെ. യാതൊന്നു കൺമതത് നാരായണ പ്രതിമ. ഇത് ഒരിക്കൽ ഇപ്രകാരം പരിശീലിച്ച് സാക്ഷാത്കരിച്ചവർ നമ്മളോട് പറഞ്ഞു. പക്ഷേ നമുക്കിന്നത് വെറും ഒരു വിവരം മാത്രമാണ്, ഒരു ഇൻഫോർമേഷൻ മാത്രമാണ്. പക്ഷേ അത് നമുക്ക് സഹായകമാവണം സാധനയിൽ. ആ ദൃഷ്ടിയുടെ ഈ ലോകത്തെ നോക്കണം. ഇങ്ങനെ ഭഗവാന്റെ സ്ഥൂല സ്വരൂപമാണ് ഈ കാണപ്പെടുന്നത്. സൂക്ഷ്മരൂപം ഓരോ വ്യക്തിയിലും ബോധരൂപേണ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വരസ്വരൂപമായിട്ട് ലോകത്തെ കണ്ടാൽ അതാണ് ശരിയായ കാഴ്ച. അതാണ് അർത്ഥേഷു അഭിജ്ഞാനം. അന്വയാത്, അനുസ്യൂതമായി, കാര്യത്തിന് മുഴുവനും അനുസ്യൂതമായി ഇത് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചതെന്നർത്ഥം. അപ്പം ഈ ഭാവന വേണം നമുക്കത്. അതിനാണ് അഭ്യാസം നമ്മൾ ചെയ്യണത്. എല്ലാത്തിലും മാതാവിനെ ഈശ്വരനായി കാണുന്നു, പിതാവിനെ ഈശ്വരനായി കാണുന്നു. ആരംഭിക്കട്ടെ എവിടെന്നെങ്കിലും. മാതൃദേവോഭവ, പിതൃദേവോഭവ. അത് കഴിഞ്ഞാലോ ആചാര്യദേവോഭവ, അതിഥി ദേവോഭവ. പിന്നെയോ പതിദേവോഭവ, പത്നിദേവോഭവ. പിന്നെയോ സൂര്യനെ കണ്ടാൽ സൂര്യനെ നമസ്കരിക്കണു. ചന്ദ്രനെ കാണുമ്പോൾ ഭഗവാന്റെ വൈഭൂതിയാണെന്ന് ഓർമ്മിക്കണു. അഗ്നിയെ കാണുമ്പോൾ ഓർമ്മിക്കണു. ആലിനെ കാണുമ്പോൾ ഓർമ്മിക്കണു. നാഗത്തെ കാണുമ്പോൾ ഓർമ്മിക്കണു. ഇതിനൊക്കെ നമ്മൾ ആരാധന ചെയ്യുന്നു. നമ്മുടെ ആൾക്കാർ വിചാരിച്ചു, നമ്മുടെ ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് പാശ്ചാത്യർ പറഞ്ഞു ഇവരൊക്കെ ഒരു എന്താ പറയുക ABCD പഠിക്കണുള്ളൂ റിലീജിയൻ്റെ, ഞങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആണ്, ഇവരൊക്കെ പ്രിമിറ്റീവ് റിലീജിയൻ. ഹിന്ദുസ് ആർ പ്രിമിറ്റീവ് റിലീജിയൻ, അതിൽ വിശ്വസിക്കുന്നവരാ. എത്ര താണകാലത്തിലാണ്, പ്ലേ സ്കൂളിലാണ് അവരൊക്കെ PhD ആണ്. എന്താ കാരണം? കണ്ടില്ലേ, കല്ലിനെയും മുള്ളിനെയും ഒക്കെ പൂരിക്കണു അല്ലേ? എന്തൊരു മോശമായിട്ടാണ് അവർ. നമ്മുടെ ആൾക്കാരാണെങ്കിലും മിടുക്കന്മാർ ഒക്കെ കോൺവെൻറ്റിലല്ലേ പഠിക്കുള്ളൂ. ഒരു നല്ല ഭാരതീയ സംസ്കാരം പഠിപ്പിക്കണ ഇത് സ്കൂളിൽ വിടില്ലല്ലോ പിള്ളേരെ. 4 വാക്ക് ഇംഗ്ലീഷ് പറയുന്നു പറഞ്ഞിട്ട്.
എന്നിട്ടെന്തായി? നമുക്കിതൊക്കെ കേട്ടിട്ട് മോശം തോന്നുക, അല്ലേ? നാണക്കേട് തോന്നുക, ജാള്യത തോന്നുക, കുറവ് തോന്നുക. ഞാൻ ഹിന്ദുവായി ജനിച്ചത് ഞാൻ പ്രൗഡാവണതിന് പകരം ഷൈ ആവും, നാണക്കേടാവുക. ശരിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ശ്രോതാക്കളെ. അങ്ങനെയല്ല. ഈ കണ്ട വിശ്വം മുഴുവൻ ഈശ്വരനാണ്, സർവേശ്വരൻ്റെ പ്രകടരൂപമാണ്, പ്രത്യക്ഷ രൂപമാണ്. ഇവിടെ ആരെ എന്തിനെ ആരാധിക്കാം? ഇവിടെ ആരാധ്യമല്ലാതെ ഒന്നില്ലേ. ഇതാണ് ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യം ജഗത് എന്നാണ് ഈശാവാസ്യ ഉപനിഷത്ത് ആരംഭിക്കുന്നത്. കാണുന്നതെല്ലാം ഈശ്വരനാൽ നിറഞ്ഞിരിക്കുക, അക്കവും പുറം നിറഞ്ഞിരിക്കുക. ഈശ്വരനാണ് ഈ ലോകം. ഇങ്ങനെ ഈ ലോകത്തെ കാണുന്ന, ഈ ലോകത്തിൽ അങ്ങനെ ഇടപെടുന്ന, വ്യവഹരിക്കുന്ന ആളുടെ മനസ്സ് ശുദ്ധമാകുമ്പോഴേ അയാൾക്ക് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ബോധസ്വരൂപനായി അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അതാണ്. പിന്നെ ധീമഹി, പിന്നെ നമുക്ക് ഇത് സാധനാപരമായിട്ട് ഗുണമല്ലേ? ഇത് വളരെ പ്രധാന. അപ്പോൾ എല്ലാത്തിലും അനുസ്യൂതമായി നിറഞ്ഞിരിക്കുന്നു പരമാത്മ. ഭഗവാന്റെ ലോകം ഉണ്ടായത്, ഭഗവാന്റെ ലോകം നിൽക്കുന്നത്, ഭഗവാനിലേക്ക് ലോകം തിരിച്ചു പോകണു. അങ്ങനെ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ഗുണം? നിങ്ങളിതിങ്ങനെ ചിന്തിക്കുന്നു, അല്ലേ? കൃഷ്ണനാണ് ഒക്കെ ഉണ്ടായിരുന്ന, കൃഷ്ണനാണ് ഇതെല്ലാം. ഭാഗവത്തിൽ ഇനി കുറക്കട് പോകുമ്പോൾ വത്സസ്തേയം ഉണ്ടാവും. ദശമത്തിൽ വത്സസ്തേയം. വത്സസ്തേയത്തിൽ ഇത് കാണിച്ചു തന്നു കൃഷ്ണൻ. ഈ തത്വം സൂക്ഷ്മമായതുകൊണ്ട് സ്ഥൂലമായി കാണിച്ചു തന്നു, സ്ഥൂല ബുദ്ധികൾക്ക് മനസ്സിലാവാൻ. എന്ത്? കൃഷ്ണൻ 7 വയസ്സുള്ള കൃഷ്ണനെ പറ്റിക്കാൻ ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും ഒളിപ്പിച്ചു വെച്ചു, അല്ലേ? കൃഷ്ണനോ ബ്രഹ്മാവിനും സന്തോഷമായിക്കോട്ടെ, ഈ വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും തിരിച്ചു വന്നില്ലെങ്കിൽ അവർക്കൊക്കെ സങ്കടം, അവരെ കുട്ടികളെ കാണാണ്ട്. അവർക്ക് സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് എന്ത് ചെയ്തു? കൃഷ്ണൻ സ്വയം പശുക്കുട്ടികളും ഗോപക്കുട്ടികളായിട്ടങ്ങ് മാറി, അല്ലേ? അങ്ങനെ 1 കൊല്ലം ഗോകുലത്തിൽ പോയി വന്നു എന്നാണ് കഥ. അതിന് ബ്രഹ്മാവ് തിരിച്ചു വരുമ്പോഴോ താൻ മറച്ചു വെച്ച പശുക്കുട്ടികൾ ഒരു സെറ്റ് ഇവിടെയുണ്ട്, ഇവിടെ ഒരു സെറ്റ് കൃഷ്ണൻ്റെ കൂടെ കളിക്കുന്നുമുണ്ട്. ബ്രഹ്മാവിന് ആശ്ചര്യം. അതിന് കുറച്ചും കൂടി ശ്രദ്ധിച്ച് ബ്രഹ്മാവ് കണ്ണു തുറന്ന് നോക്കിയപ്പോഴോ, എനിക്ക് ഭ്രമമാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴോ, ഈ ഓരോ പശുക്കുട്ടിയും ഓരോ ഗോപക്കുട്ടിയും തൻ്റെ സ്വാമിയായ വൈകുണ്ഠത്തിലെ ആദിനാരായണ മൂർത്തിയായിട്ടാണ് കണ്ടത്. ഏതൊരു ഭഗവാന്റെ നാഭിയിൽ ഉണ്ടായ താമരയെന്നാണോ ബ്രഹ്മാവ്, ഈ പരീക്ഷിക്കാൻ പുറപ്പെട്ട ബ്രഹ്മാവ് ഉണ്ടായത്, ആ ബ്രഹ്മാവ് അടക്കം ഓരോ വൈകുണ്ഠമൂർത്തിയുടെ നാഭിയിലിരിക്കണു. അപ്പോൾ ഈ ബ്രഹ്മാവ് ആകെ അന്താളിച്ചു പോയി. ഇവിടെ ഇപ്പോൾ ഒരു ബ്രഹ്മാവ് ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ പണ്ട് ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളും ആ ബ്രഹ്മാണ്ട നായകന്മാരായ നാരായണമൂർത്തികളും ആ നാരായണമൂർത്തികളുടെ ഒക്കെ നാഭിയിലെ താമരയും അതിലൊക്കെ 4 മുഖമുള്ള ബ്രഹ്മാവ് 4 വേദം കൊണ്ട് സ്വാമിയെ സ്തുതിച്ചുകൊണ്ടും ഇരിക്കണു. അതൊക്കെ കഴിഞ്ഞു വീണ്ടും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴോ ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. വെറും പാതി കണ്ട ചോറുകളെയും കൈപ്പിടിച്ച കുട്ടികളെയും പശുക്കുട്ടികളെയും തിരയുന്ന ഗോപാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ. ഇത് മാത്രം ആലോചിച്ച് നോക്കിയാൽ തന്നെ എന്താണ്? ഇത് മാത്രം ആലോചിച്ച് നോക്കിയാൽ എന്താണ്? വാസ്തവത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു വസ്തു ഈ ഭഗവാനെ കൂടാതെ ഉണ്മയിലുണ്ടോ ചോദിക്കാം. സർവവസ്തുക്കളുടെയും ഭാവാർത്ഥോ ഭവതി സ്ഥിത എന്നാണ് ഭാഗവതം പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം. ഭാവം എന്ന് പറഞ്ഞാൽ ഉണ്മ ഏതിൽ നിൽക്കുന്നു? ഭഗവാനിൽ നിൽക്കുന്നു. അവിടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ ഉണ്മയിൽ നിൽക്കുന്നു, അല്ലേ? ഇവിടെ ഏതൊരു വസ്തു ഉണ്ടെങ്കിലും അതിൻ്റെ മുഴുവനും ഉണ്മ ഭഗവാനില്ല. ആ ഉണ്മ ഭഗവാനാണ്. ആ ഉണ്മയാണ് കൃഷ്ണനായി വന്നത്. ആ സച്ചിദാനന്ദനാണ് കൃഷ്ണൻ, എൻ്റെ കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ എന്നല്ല ഉണ്ടായത്, കൃഷ്ണൻ എന്നൊക്കെ കൃഷ്ണനെ അത് കാണിച്ചു കൊടുത്തില്ലേ? സർവം കൃഷ്ണമയം ജഗതെന്ന്. കൃഷ്ണനെ കൂടാതെ ഒന്നുമില്ല എന്ന്. കൃഷ്ണനെ ശരിയാവണ്ണം അറിഞ്ഞുള്ളവർക്ക് മണ്ണിതിൽ കാണുവാനില്ല മറ്റൊന്നും, സർവം ശ്രീകൃഷ്ണമയം, സർവം ഭഗവന്മയം എന്നാണ് എന്നിട്ട് കവി ഋഷി പറഞ്ഞത്. സർവവും ഭഗവന്മയമാണ്. ഇതാണ് സാധന. ഇത് സാധനയിൽ നമുക്ക് സഹായം. ഇത് ഓർമ്മിക്കണം നമുക്ക്. അതുകൊണ്ടാണ് എഴുത്തച്ഛനും പറഞ്ഞത്, നിന്നെ ഈ കണ്ണു തുറന്ന് ഈ ലോകം കാണുമ്പോൾ ഇതിന് കാരണമായിരിക്കുന്ന ഈ ആത്മസ്വരൂപനെ, ഈ ഭഗവാനെ ഓർമ്മിക്കാറാവണം. അതിനാണ് ഉപാസന. രമണമഹർഷി പറയും, അഷ്ടമൂർത്തിഭിർ ദേവപൂജനം. ഈശ്വരൻ അഷ്ടമൂർത്തിയായിട്ടിരിക്കണതാണ് ജഗത്തെന്ന്. അഷ്ടമൂർത്തിയോ? 8 മൂർത്തിയുടെ രൂപത്തിൽ ഈശ്വരിക്കുക. എന്താ 8 മൂർത്തി? പഞ്ചഭൂതങ്ങൾ. ഈ ലോകം പഞ്ചഭൂതമല്ലേ? അല്ലേ? അതെ. പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയ ഓരോ വസ്തു. പിന്നെയോ സൂര്യൻ, ചന്ദ്രൻ. അപ്പോൾ 7 ആയില്ലേ? പിന്നെയോ ജീവൻ, ശരീരത്തിരിക്കുന്ന ജീവൻ, അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവൻ.
ഇതെട്ടും എന്താണ്? പരമാത്മ ഭഗവാൻ. ജഗത ഈശധീ യുക്തസേവനം അഷ്ടമൂർത്തിഭീർ ദേവപൂജനം. ഉപദേശധാരത്തിൽ രസമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇതാണ് സത്സംഗം. അപ്പോൾ മതമത്സരങ്ങളും രാഗദ്വേഷങ്ങളും മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഈ സത്യബോധം ഉണ്ടാവാൻ പറ്റില്ല. അത് സൂചിപ്പിക്കാം. മനസ്സിലായില്ലേ? പിന്നത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞു. പക്ഷേ ഇതറിയണില്ല നമുക്ക്. ഇതറിയാതെ ഈ സത്യസ്വരൂപം മറയപ്പെട്ടിരിക്കുക നാമരൂപങ്ങളാൽ ആണ്. പരമാർത്ഥം ഈ വ്യാവഹാരിക സത്തയാൽ മറയപ്പെട്ടിരിക്കുന്നു. അതിനാണ് തേജോവാരി മൃതാം യഥാ വിനിമയം എന്നൊക്കെയുള്ള ആ വാക്ക് പറഞ്ഞത് അല്ലേ? സത്യത്തെ മറ്റൊന്നായി കാണുന്നതിന് ഉദാഹരണമാണ് പറഞ്ഞ നൃത്തം. എന്നാൽ ഈ ലോകമുണ്ടായി നിലനിന്ന് നശിച്ചോട്ടെ, ഭഗവാന് വല്ല നാശം വരണ്ടോ? ഇല്ല. അതാണ് ധാമനാസ്വേന നിരസ്തഹുകം എന്ന് പറഞ്ഞത്. ആഭരണങ്ങൾ ഉണ്ടായി നശിച്ചാലും സ്വർണ്ണത്തിനൊന്നും വരില്ല. ഈ ലോകത്തിൻ്റെ സ്വഭാവം എന്താ? പരമാത്മ തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ ലോകത്തിൽ നാശം ഉണ്ടല്ലോ, അപ്പോൾ ഈ ലോകനാശം ഭഗവാനെ ബാധിക്കില്ലേ? മാത്രമല്ല ഈ ലോകത്തിൽ എല്ലാ വസ്തുവിനും 6 സ്വഭാവമുണ്ട്. 6 ധർമ്മം എന്നാ പറയാം. എന്താ? ഉണ്ടാവുക, കുറച്ച് കാലം നിലനിൽക്കുക, വളരുക, പരിണാമം സംഭവിക്കുക, ക്ഷയിക്കുക, നശിക്കുക. ഷഡ് വികാരവത് 6 വികാരങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിനുണ്ട്. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, ലോകത്തിലെ ഏത് വസ്തു എടുത്താലും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ വികാരവും അവസാനം അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നാശവും ആ പരമാത്മ ഭഗവാനെ ബാധിക്കുമോ? ബാധിക്കുന്നില്ല. മനസ്സിലായോ? നാമരൂപങ്ങൾ എത്ര പൊന്തി മറിഞ്ഞോട്ടെ സമുദ്രത്തിൽ, എത്ര തിരമാല ജനിച്ചോട്ടെ, എത്ര തിരമാല മരിച്ചോട്ടെ, സമുദ്രത്തിന് വല്ല കുറവുണ്ടോ? സമുദ്രജലത്തിന് ഇല്ല. അതുപോലെയാണ് ഒരേ സ്വർണം ഒരുക്കി മാലയാക്കി, അതിന് ഒരുക്കി കമ്മലാക്കി, അതിന് ഒരുക്കി പാസരാക്കി. എപ്പോഴും സ്വർണ്ണം അല്ലാണ്ടാവണില്ല. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, നാമങ്ങളെ മാറുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഈ നാമരൂപങ്ങളിൽ സത്യത്വ ബുദ്ധി കൊണ്ട് എന്ത് പറ്റണം? നമുക്ക് നാമരൂപങ്ങൾക്ക് ആധാരമായിരിക്കുന്ന സത്യസ്വരൂപൻ നമുക്ക് മറയപ്പെടുന്നു, മിസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമാണത്രേ ഈ രാഗദ്വേഷങ്ങൾ. അതിൻ്റെ ഫലമാണത്രേ ഈ ജനന മരണ സംസാര ചക്രത്തിൽ ഈ ജീവൻ കറങ്ങാൻ ഇടവരുന്നത്. ഇതാണ് പോയിന്റ്. മനസ്സിലായോ? അതൊന്ന് പുറത്ത് കിടക്കണമെങ്കിലോ ഈ സർവേശ്വരനെ ആശ്രയിക്കേ വഴിയുള്ളൂ, ഭരിക്കേ വഴിയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ നിർഗുണനും നിരാകാരനുമായ പരമാത്മാവിനെ നമുക്ക് ധ്യാനിക്കാൻ ഭരിക്കാനോ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും. അപ്പം അതിനാണ് ആ പ്രഭു നീലമേഘശ്യാമളവർണ്ണനായി, വേണുഗോപാലമൂർത്തിയായി, വൃന്ദാവന വിഹാരിലാലായി അല്ലേ ശ്രീകൃഷ്ണനായിട്ട് അവതാരമെടുത്തത്. ആ ഭഗവാന്റെ രൂപത്തെ എല്ലാവർക്കും ആശ്രയിക്കാലോ, സേവിക്കാലോ, ഭജിക്കാലോ, ധ്യാനിക്കാലോ, പൂജിക്കാലോ, ആ കണ്ണൻ്റെ കഥകൾ കേൾക്കാലോ, നാമങ്ങൾ ജപിക്കാലോ, അവിടുത്തെ പൂജിക്കാലോ അല്ലേ? ഇങ്ങനെ ചെയ്യണം. അതിന് സഗുണ ഉപാസന എന്നാണ് പറയാം. അപ്പോൾ സഗുണനായും നിർഗുണനായും സാകാരനായും നിരാകാരനായും ആ പരമാത്മാവല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല. മനസ്സിലായോ? സച്ചിദാനന്ദം കേൾക്കുമ്പോൾ അതിന് നാമരൂപങ്ങളൊന്നും നിർഗുണ നിരാകാരം എന്നാ സഗുണസാകാരമാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ വീണ്ടും ഭഗവാൻ ഇപ്രകാരം ശ്രീകൃഷ്ണനായും ശ്രീരാമനായും അനേകമനേകം രൂപങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി വരുന്നു. അതാണ് ഉദ്ധവർ പറഞ്ഞത്, ഭക്താർത്ഥം സഗുണോ ജാതഃ നിരാകാരോപി ചിന്മയ. ഭഗവാനെ അവിടുന്ന് ചിന്മയമൂർത്തിയായിരുന്നാൽ, ബോധസ്വരൂപനായി ചൈതന്യസ്വരൂപനായിരുന്ന എത്ര പേർക്ക് അവിടുത്തെ അറിഞ്ഞ് ആശ്രയിച്ച് സാക്ഷാത്കരിക്കാൻ പറ്റും അല്ലേ? ശരിയല്ലേ? നിരാകാരഹാപി, നിരാകാരനാണെങ്കിലും ചിന്മയനാണെങ്കിലും അവിടുന്ന് എന്തിനും കൃഷ്ണനായി വന്നു? ഭക്താർത്ഥം, ഇൻ ഓർഡർ ടു ബ്ലസ് ദ ഡിവോട്ടീസ്. മനസ്സിലായോ? ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി നൃത്തം. ഭക്താനുഗ്രഹാർത്ഥം. അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാശ്രിത എന്നാണ് പറയണത്. മനുഷ്യരെ ജീവജാലങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഭഗവാന്റെ അവതാരം. അല്ലാതെ ഭൂഭാരം തീർക്കാൻ ഭഗവാൻ അവതരിക്കണമെന്നില്ല. ഭൂഭാരം ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാൻ അല്ലേ? ഭൂഭാരം തീർക്കാൻ എല്ലാം ഇപ്പം ചരിത്രം പറയുന്നത് ഓരോ 20കളിലും സംഭവിച്ചിട്ടുണ്ട് അത്രേ ഒരു ഭൂഭാരം തീർക്കണ പ്രക്രിയ ഭഗവാന്റെ. 100 കൂടി കൊല്ലുമ്പോൾ 1920 എന്നാണ് പറഞ്ഞത്, 2020. ഇനിയിപ്പോൾ അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഉണ്ടാവില്ല. അത് സാക്ഷി, അതിന് സാക്ഷ്യം വഹിക്കാൻ.
അത് ഭഗവാന്റേതായ പദ്ധതികളുണ്ടെന്നർത്ഥം. മനസ്സിലായില്ലേ? നാച്ചുറൽ പലതരത്തിലാണ് ഭഗവാന്റെ നാച്ചുറൽ വെപ്പൺസ് ഉണ്ട് അല്ലേ? പ്രകൃതിക്ഷോഭങ്ങൾ, ഉരുൾപൊട്ടലുകൾ, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ് അല്ലേ, മേഘവിസ്ഫോടനം, ഇന്ദ്രൻ ഗോകുലത്തിൽ മഴ പെയ്ച്ച മാതിരി, ഇതൊക്കെ ഈ സത്യമാണെന്ന് നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ഇങ്ങനെ പലതുണ്ട്. മഹാമാരികൾ, യുദ്ധങ്ങൾ, ഇതൊക്കെ. പക്ഷേ ഭക്തനെ അനുഗ്രഹിക്കണമെങ്കിലോ ഭഗവാൻ അവതരിക്കുക വേണം, വേണ്ടേ? അവിടുത്തെ കഥകൾ കേട്ടും അവിടുത്തെ തിരുനാമങ്ങൾ ജപിച്ചും അവിടുത്തെ പൂജ ചെയ്തും അവിടുത്തെ രൂപത്തെ ധ്യാനിച്ചും ഭക്തന്മാർക്ക് എളുപ്പത്തിൽ ഈ ഭഗവാന്റെ മായയെ കടക്കാം. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യണം? നിർഗുണനും നിരാകാരനുമായ സച്ചിദാനന്ദ പരബ്രഹ്മത്തെ നമുക്ക് പൂജിക്കാനും ധ്യാനിക്കാനും കഴിയില്ല. സാരമില്ല, അത് തന്നെ അവിടുന്ന് തന്നെയാണ് ഈ ശ്രീകൃഷ്ണനായി വേണുഗോപാലമൂർത്തിയായി വന്നിരിക്കുന്നത്. ആ നീലമേഘശ്യാമളവർണ്ണനായ ആ ശ്രീകൃഷ്ണനെ ഭരിക്കൂ. അതാണ് ആ ശ്രീകൃഷ്ണ ധ്യാനത്തിൽ നമ്മൾ പറഞ്ഞത് തന്നെ അല്ലേ? ആരാണ് അവിടുന്ന്? സച്ചിദാനന്ദ രൂപായ, സച്ചിദാനന്ദ സ്വരൂപനാണ് ആര്? ഈ കൃഷ്ണൻ. വിശ്വ ഉൽപ്പത്തിയാദി ഹേതവേ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണം ജന്മാദ്യസ്യ യതഹ എന്നാണ് അവിടെ പറഞ്ഞത്, അതിൽ പറഞ്ഞത് അല്ലേ? ജന്മാദ്യസ്യ യതഹ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് വിശ്വ ഉൽപ്പത്തിയാദി ഹേതവേ എന്ന് പറഞ്ഞത്. വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി മാരങ്ങൾക്ക് കാരണഭൂതൻ എന്ന് പറഞ്ഞത് അല്ലേ? താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയന്നമ. ശ്രീകൃഷ്ണനെ, ആ ശ്രീകൃഷ്ണനെ ഞങ്ങൾ നമസ്കരിക്കണം. ഈ ശ്രീകൃഷ്ണൻ ആരാ? നമ്മൾ പൂജിക്കുന്ന, ഭജിക്കുന്ന, ആരാധിക്കുന്ന ശ്രീകൃഷ്ണൻ ആരാ? ഈ ശ്രീകൃഷ്ണനും പരബ്രഹ്മം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? പരബ്രഹ്മം തന്നെ ശ്രീകൃഷ്ണൻ, സച്ചിദാനന്ദ സ്വരൂപം തന്നെ. അവൻ തന്നെ പ്രപഞ്ചത്തിൻ്റെ വിശ്വത്തിൻ്റെ ജന്മാദ്യസ്യ യതഹ സത്യം പരം ധീമഹി. മനസ്സിലായോ? എന്ത് രസമുണ്ടപ്പോൾ? കൺഫ്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ ആൾക്കാർ ഇത് ഡ്രൈ ആണ്. ഡ്രൈ അല്ല, ഇതാണ് രസം. ഇത് അറിഞ്ഞ് ഭരിക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാവും. അല്ലാത്തടുത്ത് യാന്ത്രികോ ആരാ ഈ കൃഷ്ണൻ? എന്തേ കൃഷ്ണൻ? ഈ കൃഷ്ണൻ നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഈ ഈശ്വരൻ നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ബന്ധം അറിയണ്ടേ? എടോ, ആ ഈശ്വരനാണ് നിന്നെ നീയാക്കണത്. ഈശ്വരൻ മൈനസ് നീ ഉണ്ടോ? ഇല്ല. സമുദ്രത്തെ മാറ്റി നിർത്തിയ തിരമാലയുണ്ടോ? ഉണ്ടോ? സ്വർണത്തെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തിന് ഞാൻ പണ്ടെന്നും കഴുത്തി കിടന്ന് അഭിമാനിക്കാൻ പറ്റുമോ? വരുമോ? ഇതുപോലെയാണ് നമ്മുടെയൊക്കെ അഭിമാനം. മനസ്സിലായോ? സമുദ്രത്തിൻ്റെ തിരമാലയാണ്, അല്ലാതെ തിരമാലയുടെ സമുദ്രമല്ല. ആണോ? ഐ ബിലോങ്സ് ടു ഭഗവാൻ. ആ ഭാഗം വരുമ്പോഴാണ് ഭക്തി വരുന്നത്. ഭഗവാനെ കൂടാതെ ഞാനും എൻ്റേതും ഒന്നുമില്ല, നിലനിൽപ്പില്ല എന്നർത്ഥം. അപ്പം ആ ഭഗവാനെ ഇപ്രകാരം ഭജിക്കണം. അതാണ് ഈ ഭ്രാന്തിയിൽ നിന്ന് പുറത്തിടാൻ. ഭ്രാന്തിയാണ് തേജോവാരി മൃതാം യഥ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്യസ്വരൂപനായ ഭഗവാനെ മറച്ചു വച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളുടെ ദർശനം അത് സത്യമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് സത്യത്വമുള്ളത് ആ സത്യം പുറകിലുള്ളത് കൊണ്ടാണ് അത് നമ്മൾ അറിയാണ്ട് പോകണം. അപ്പോൾ ഭ്രാന്തി ദർശനമാണുള്ളത്. കയറിനെ കണ്ടിട്ട് കയറാണെന്ന് കണ്ടാൽ അത് സത്യദർശനം, കയറിനെ പാമ്പായിട്ട് കണ്ടാൽ അത് ഭ്രാന്തി ദർശനം. ശരിയല്ലേ? അതുമാതിരി പ്രപഞ്ചത്തെ ഭഗവാനായി കണ്ടാൽ സത്യദർശനം, പ്രപഞ്ചത്തെ നാമരൂപാത്മകമായി കണ്ടാൽ ഭ്രാന്തി ദർശനം. ശരിയോ? അതാണ് സത്യം. ഇനി ധീമഹി എന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഗായത്രി മന്ത്രം ഓർമ്മ വിടുക. എന്താ? ഗായത്രി വേദസാരമാണ്, സർവ്വവേദങ്ങളുടെയും സാരമാണ്. അതുതന്നെയാണ് ഭാഗവതവും. സർവ്വവേദാന്ത സാരമാണ്, വേദാന്ത സാരമാണ് ഭാഗവതം. വേറൊരു ഭാഷയിൽ പറഞ്ഞ ഗായത്രിയുടെ വ്യാഖ്യാനം എന്ന് പറയാം. അതെ. അപ്പം ഇങ്ങനെ ഒന്നാമത്തെ പദ്യത്തിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ഇനി നമ്മൾ കുറേ കൂടി ചിന്തിച്ചാൽ ഇനിയും കിട്ടും. ഓരോരുത്തർക്കും എത്ര വേണമെങ്കിൽ ആഴത്തിൽ പോവാം. മനസ്സിലായില്ലേ? അപ്പോൾ എങ്കിലും സാമാന്യമായിട്ട് കുറച്ചും കൂടി അതിനെക്കുറിച്ച് വ്യക്തമായി തോന്നുന്നു. ഇനി ഈ ശ്ലോകം വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടി വരും അല്ലേ? ശ്ലോകം വരുമ്പോൾ തന്നെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ പറയാനും ചിന്തിക്കാനും കഴിവുന്ന ഉള്ളിൽ അന്തര്യാമിയായി എല്ലാം കണ്ടുകൊണ്ട് സാക്ഷിയായിരിക്കണോ. പുറത്ത് കണ്ണിന് കാണാൻ, കാതിന് കേൾക്കാൻ, മൂക്കിന് മണക്കാൻ, ഏഹേന്ദ്രിയാദികളൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കണോ. പുറത്ത് ഈ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും പുകയോണ്ട് തുറന്നൊക്കെ അവനെ തന്നെയാണ്. അതിലൊക്കെ അവൻ്റെ സാന്നിധ്യം. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ നന്നാവും എന്നർത്ഥം. റിലേഷൻഷിപ്പ്, സ്നേഹ ആദരങ്ങളുണ്ടാവും. അതൊക്കെയാണ് ഇതിൻ്റെ പോയിൻ്റ് എന്നർത്ഥം. അടുത്ത ശ്ലോകത്തിൽ ധർമ്മപ്രോജിതകൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം
ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈഃ ഈശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭി ശുശ്രൂഷിഭി തൽക്ഷണാത്. അത്ര അത്ര എന്ന് പറഞ്ഞാൽ ഈ ഭാഗവത്തിൽ ധർമ്മപ്രോജിത കൈതവ അത്ര അത്ര വെച്ചാൽ ഇവിടെ ഇവിടെ വെച്ചാലോ ഈ ശ്രീമദ് ഭാഗവതത്തിൽ ഈ ശ്രീമദ് ഭാഗവത്തിൽ ആരുണ്ടാക്കിയതാ? മഹാമുനികൃതേ വേദവ്യാസമുനിയാൽ രചിക്കപ്പെട്ട ഈ ഭാഗവതത്തിൽ എന്തുണ്ട്? പരമധർമ്മ നിരൂപ്യത, പരമമായ ധർമ്മത്തെ നിരൂപിച്ചിരിക്കുന്നു. പരമമായ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ ധർമ്മം എങ്ങനെയുള്ളതാണ്? പ്രോജ്ജിത കൈതവ, കൈതവം ഇല്ലാത്തതാണ്. കാപട്യം ഇല്ലാത്തതാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? ഈ ധർമ്മത്തെക്കുറിച്ചിട്ടാണ് ഭാരതത്തിലും പറഞ്ഞതല്ലോ. ധർമ്മത്തെക്കുറിച്ചാണല്ലോ രാമായണത്തിലും പറഞ്ഞത് അല്ലേ? അവിടെയൊക്കെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭാരതവും രാമായണമൊക്കെ വായിച്ചാൽ മനസ്സിലാവും. ഭാരതത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു. ഭാരതത്തിൽ ധർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞു വേദവ്യാസ മഹർഷി. എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? അർത്ഥകാമങ്ങൾക്കുള്ള ഉപാധിയായിട്ടാണ് ധർമ്മത്തെ അവിടെ പറഞ്ഞത്. ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മ കിന്ന സേവ്യതേ. ധർമ്മം നിങ്ങൾ കൈവടിയാതിരിക്കൂ, ധർമ്മത്തിനെ പിന്തുടരൂ, ധർമ്മം ആചരിക്കൂ, ധർമ്മത്തിലൂടെ നിങ്ങൾക്ക് അർത്ഥവും കാമൊക്കെ കിട്ടൂലോ എന്ന് വിളിച്ചു പറഞ്ഞു. ശരിയല്ലേ? രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി മഹർഷി രാമായണത്തിൽ പറഞ്ഞു. സ്വരൂപം സ്വീകരിച്ച ധർമ്മമാണ് രാമൻ. ധർമ്മത്തിൻ്റെ എല്ലാ വശവും അറിയണമെങ്കിൽ ശ്രീരാമൻ്റെ ജീവിതം നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ ധർമ്മത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കൂ, ഭാരതത്തിലെ ധർമ്മം കൈതവം ഉണ്ട് അവിടെ. അവിടുത്തെ ധർമ്മം പരിശുദ്ധമല്ല, കൈതവമുള്ളതാണ്, കാപട്യമുള്ളതാണ്. എന്താ? അവിടെ ധർമ്മം അർത്ഥകാമങ്ങൾ നേടാനുള്ള ഉപായമായിട്ടാണ് പറഞ്ഞത്. അത് ശരിയല്ല എന്ന് വേദവ്യാസൻ സ്ഥാപിക്കുകയാണ് ഭാഗവത്തിൽ. ഇവിടെ പ്രോജിത കൈതവമായ കപടതയില്ലാത്ത പരിശുദ്ധമായ ധർമ്മത്തെയാണ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കി മനസ്സിലാക്കണത്. ഭാരതത്തിൻ്റെ ചിന്ത നോക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ. ഭാരതത്തിൽ ധർമ്മത്തെ ധിക്കരിച്ചുകൊണ്ട് അർത്ഥത്തിന് വേണ്ടി രാജ്യത്തിനും രാജകീയമായ ഭോഗങ്ങൾക്കും സ്ഥാനമാനങ്ങളും ഇതൊക്കെ കിട്ടാൻ വേണ്ടി പടപൊരുതി ആര്? കൗരവന്മാർ. ധർമ്മത്തിൻ്റെ മാർഗം അവർക്ക് അറിയാനല്ലോ, അവർ പറ്റില്ലാവുന്നു അല്ലേ? എന്നിട്ടോ ഒക്കെ നേടി ധർമ്മത്തെ കൈവിടിഞ്ഞുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് പടവെട്ടി. പക്ഷേ അവരെല്ലാവരും നശിച്ചു പോകും അല്ലേ? എന്നാൽ പാണ്ഡവരോ ധർമ്മത്തിനു വേണ്ടി ധർമ്മവിഗ്രഹനായ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ സർവാത്മന ആശ്രയിച്ചുകൊണ്ട് പടവെട്ടി. രണ്ടു കൂട്ടരുടെ സ്ഥിതി ആലോചിച്ച് നോക്കും. എന്തുണ്ടായത്? ധർമ്മത്തെ ധിക്കരിച്ചുകൊണ്ട് അർത്ഥം നേടാൻ വേണ്ടി, അർത്ഥം കാമം നേടാൻ വേണ്ടി പടപൊരിയ കൗരവന്മാരുടെ സമ്പൂർണ്ണ നാശം ഭാരതത്തിൽ ഒച്ചയായിട്ട് സ്വന്തം മക്കളുടെ കഥയിലൂടെ ഒരു പിതാവ് ലോകത്തിന് പാഠം പഠിപ്പിക്കുക. ഇങ്ങനെ ഒരു ഇതിഹാസം ലോകത്തിലുണ്ടോ? വേദവ്യാസ മഹർഷിയുടെ മക്കളുടെ കഥയിലൂടെ ഈ ലോകർക്ക് ഉണ്ടായവർക്ക് ഇനി വരാൻ പോകുന്ന ഈ എന്താ പറയുക ജനറേഷൻ ടു കം അവർക്ക് മുഴുവൻ പഠിക്കാനുള്ള പാഠങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? നിങ്ങൾ കഥയുടെ അപ്പുറത്തേക്ക് മാറി നിന്ന് വായിക്കാമെങ്കിൽ ശരിയോ? റീഡിങ് ദ ലൈൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയില്ലേ? എന്ന മാതിരി കഥയിൽ നിന്ന് മാറി നിന്ന് ചിന്തിച്ചാൽ ഇതിൽ പറഞ്ഞേക്കണ മുഴുവൻ ഈ മനുഷ്യരാശിക്കുള്ള സന്ദേശമല്ലേ? ധർമ്മത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് ആ പണം, പാപം, സ്ഥാനം, മാനം, പണം, ഭോഗങ്ങൾ, ഇതാണല്ലോ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നത് അല്ലേ? ഇന്നത്തെ സമാജത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് അതാണ്. ധർമ്മമില്ല, സത്യമില്ല, ന്യായമില്ല, നീതിയില്ല. എന്താ കാട്ടിക്കൂട്ടണത്? നമ്മൾ ദിവസവും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കണം. ആരുടെ സ്ഥിതി എന്താ? കൗരവരുടെ സ്ഥിതി. ധർമ്മത്തെ ധിക്കരിച്ചുകൊണ്ട് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി പടപൊരുതി നശിച്ച കൗരവരെ നമുക്ക് കാണിച്ചു തന്നു വേദവ്യാസ മഹർഷി. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അവതരിച്ചവനും ധർമ്മസ്വരൂപനുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആശ്രയിച്ച് പാണ്ഡവർ. അങ്ങനെ ആ പാണ്ഡവരും പടപൊരുതി. അവർക്ക് രാജ്യവും കിട്ടി, ഭോഗവും കിട്ടിയൊക്കെ കിട്ടി. പക്ഷേ വെറുതെ ഹാപ്പി? അവർ ഹാപ്പി ആയതുകൊണ്ട് സംതൃപ്തി കിട്ടിയോ? കൃതാർത്ഥരായോ? അവരുടെ പരിതാപമാണ് കാണുന്നത്. മനസ്സിലായോ? പാണ്ഡവർ സന്തോഷിക്കല്ല ഇത്. പാണ്ഡവർ മഹാഭാരത യുദ്ധം ജയിച്ചപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്. കുന്തിക്ക് തൻ്റെ മൂത്ത മകൾ നഷ്ടപ്പെട്ടു, പാണ്ഡവർക്ക് തൻ്റെ മൂത്ത ഏട്ടന് നഷ്ടപ്പെട്ടു അല്ലേ? പാഞ്ചാലിയുടെ 5 മക്കൾ നഷ്ടപ്പെട്ടു അല്ലേ? അഭിമന്യു നഷ്ടപ്പെട്ടു, അർജുനന്.
ആ രംഗങ്ങളൊക്കെ നോക്കണം. എത്രയാ തകർന്നു പോയത് അർജുനൊക്കെ. ശരിയാവും. വംശം നശിപ്പിക്കാൻ പരീക്ഷത്തിനെ കൊല്ലാൻ വന്നു. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടു പരീക്ഷത്ത്. നോക്കണം, അവസാനം ശ്രീകൃഷ്ണൻ ഈ ലോകത്ത് നിന്ന് പോയി എന്നാണ് കേട്ടതോടുകൂടി പാണ്ഡവർക്ക് ഈ ലോകവും നേട്ടവും പണവും പ്രതാപവും സ്ഥാനവും കൊട്ടാരമൊക്കെ വെറും ശൂന്യമായി തോന്നി. അതൊക്കെ ദാ ഉപേക്ഷിച്ച് നേരെ ഹിമാലയത്തിലേക്ക് അങ്ങോട്ട് പോയി ആ ഭഗവാനെ സർവാത്മന ശരണമടഞ്ഞ് ആശ്രയിച്ച് ഈ പരമസത്യത്തെ ധ്യാനിച്ച് സാക്ഷാത്കരിച്ചപ്പോഴേ അവരൊക്കെ കൃതാർത്ഥരായുള്ളൂ, സന്തുഷ്ടരായുള്ളൂ എന്ന് പച്ചയായിട്ട് എഴുതി വച്ചിരിക്കുക വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൽ. ശരിയോ? ആ ദോഷം ഇവിടെ ഇല്ല. അതാണ് അവിടുത്തെ കൈതവം. അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മം അനുഷ്ഠിച്ചാൽ ഉണ്ടാവുന്ന അനുഭവം ഈ കൗരവരുടെയും പാണ്ഡവരുടെയും തന്നെ നമുക്കൊക്കെ എന്ന് പറയാം. മനസ്സിലായോ? അവരവരുടെ പിന്നെ ഇല്ലേ, ഒരു അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മത്തെ ഉപേക്ഷിക്കുകയെ, ധർമ്മത്തെ പിടിച്ചില്ല. പാണ്ഡവരാണ് ആശ്രയിച്ചത്. ശരിയോ? ഭാഗവത്തിൽ ധർമ്മം എന്താ? ഭാഗവത്തിലെ ധർമ്മം പരിശുദ്ധമായ ധർമ്മമാണ്. കേവലം ഈശ്വരാരാധനാരൂപമായിട്ടുള്ള ധർമ്മമാണ്. മനസ്സിലായോ? ഈശ്വരാരാധനമായി കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞത്. സ്വധർമ്മേണ ഹരിതോഷണം, ഇതാണ് ഭാഗവത്തിലെ ധർമ്മം. മനസ്സിലായോ? പരിശുദ്ധമായ ഭഗവത് പ്രേമം, ഭഗവാൻ സന്തോഷിക്കണം എന്ന് വിചാരിച്ച് തൻ്റെ കർമ്മങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. മനസ്സിലായോ? സ്വേ കർമ്മണി അഭിരതഃ സംസിദ്ധിം ലഭതേ നരഃ. ഗീതോപദേശത്തിൽ ഈ കൃഷ്ണ ഭഗവാൻ പറയും, ഓരോ വ്യക്തികളും അവരവരുടെ കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് തന്നെ അവർക്കൊക്കെ സംസിദ്ധി, മുക്തി ലഭിക്കും. എന്താ വേണ്ടത്? സ്വകർമ്മണാത്തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ എന്ന്. ഓരോ വ്യക്തിയും അവൻ്റെ സ്വധർമ്മമാകുന്ന കർമ്മത്തെ കൊണ്ട് ആ സർവേശ്വരനെ, സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനെ ആരാധിച്ചിട്ട് ആ സത്യസ്വരൂപനെ അടഞ്ഞ് മുക്തരാകാൻ പറ്റും. എത്ര സ്പഷ്ടമല്ലേ? ഇനി രാമായണത്തിലേക്ക് വന്നാലോ? ആ ഭാരതത്തിലെ ധർമ്മം പരാജയമാണെന്ന് വേദവ്യാസ മഹർഷി നമ്മളെ പഠിപ്പിക്കുക. ആ കൈതവം ഇല്ല ഭാഗവത്തിൽ. അതാണ്. ഇനി അതടുത്ത നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മനസ്സിലാവും. ഇവിടെ തന്നെ ശ്ലോകങ്ങൾ വരുന്നുണ്ട്, വ്യാഖ്യാനം. രാമായണത്തിലോ കാമത്തിന് പരവശനായിട്ട് പരിതപിച്ച് മരിച്ചു അല്ലേ ദശരഥൻ. അർത്ഥത്തിന് വേണ്ടി ധർമാനുഷ്ഠിച്ചാൽ എന്തുണ്ടാവും ഭാരതം പഠിപ്പിച്ചപ്പോൾ കാമത്തിന് വേണ്ടി ധർമാനുഷ്ഠിച്ചാൽ എന്തുണ്ട് കിട്ടുന്നത് രാമായണം പഠിപ്പിച്ചു. അപ്പോൾ ഈ അർത്ഥകാമം എന്നുള്ളത് ഒരു മുതലിടവുന്നത്, അതായത് നക്രന്നായി പറഞ്ഞത്. ഈ അർത്ഥകാമങ്ങളാവുന്ന നക്രത്തിൻ്റെ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം എന്താ? ആ ഉപായമാണ് ഭാഗവതത്തിൽ ഭഗവാൻ എടുത്തു പറഞ്ഞു. ധർമ്മ പ്രോചിത കൈതവഃ, പരിശുദ്ധമായ ധർമ്മം, കാപട്യമില്ല ധർമ്മം, കേവലം ഈശ്വര ആരാധനാരൂപമായ ധർമ്മം, പരമപ്രേമത്തോടെ ഈശ്വരനിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്ന ധർമ്മം, സാക്ഷാത്തായ ധർമ്മം. ഇതാണ് ഭാഗവതം പറയുന്നത്. ശേഷമുണ്ടപ്പോൾ അതുകൊണ്ടാണല്ലോ മറ്റ് പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ എഴുതിയിട്ടും വ്യാസമഹർഷി സംതൃപ്തി കിട്ടാതെ ഭാഗവതം എഴുതിയപ്പോഴേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? കാരണം അത് നമ്മളെ പഠിപ്പിക്കുക. ഇങ്ങനെ ഭാഗവതത്തിൽ പറഞ്ഞ മാതിരി ധർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ ജീവന് സംതൃപ്തിയുള്ളൂ, കൃതാർത്ഥത കിട്ടുള്ളൂ എന്ന്. ഇനി ഭാഗവതത്തിൽ എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? വാസ്തവം വസ്തു അത്ര ഈ ഭാഗവത്തിൽ വാസ്തവ വസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞേക്കണത്. വാസ്തവ വസ്തു എന്താ? നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞു. വാസ്തവ വസ്തുവാണ് ഭഗവാൻ, പരമാത്മാ, പരബ്രഹ്മം, സച്ചിദാനന്ദം എന്നൊക്കെ പറഞ്ഞത് അല്ലേ? ആ വാസ്തവ വസ്തുവിനെയാണ് ഈ ശ്രീമദ് ഭാഗവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ വാസ്തവ വസ്തുവിനെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഗുണം എന്താ? ശിവദം എന്ന് പറഞ്ഞുകൊണ്ട് കൈവല്യപ്രദം എന്നർത്ഥം. ശിവം ച ഓസ്പീഷ്യസ്, മംഗളം എന്നർത്ഥം. ആനന്ദം, സുഖം ഉള്ളിടത്തല്ലേ മംഗളുള്ളൂ അല്ലേ? ആനന്ദമംഗളം എന്നാണ് പറയുന്നത്. അപ്പോൾ മംഗളം എന്ന് പറഞ്ഞാൽ ആനന്ദം, കൈവല്യം, മോക്ഷം. മോക്ഷസ്വരൂപനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. മോക്ഷസ്വരൂപനായ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഭാഗവതം. നമുക്ക് ഇതൊക്കെ തന്നെ കണക്ട് ചെയ്ത് നോക്കൂ അല്ലേ? അതെ. ശിവദം എന്ന് പറഞ്ഞാൽ ശിവത്തെ ദാനം ചെയ്യുന്ന ആൾ, മംഗളത്തെ ആനന്ദത്തെ കൊടുക്കുന്നവൻ. അപ്പോൾ ഈ സത്യം, ഈ ഭാഗവത്തിൽ പരമസത്യത്തെയാണ്, പരമാത്മാവിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെ അറിയുന്നതോടുള്ള ഗുണം എന്താണ്? സാക്ഷാത്കരിക്കുന്നതോടുള്ള ഗുണം ശിവദം, ജന്മസാഫല്യം, കൈവല്യം, മോക്ഷം.
വേദ്യം നമ്മൾ ഓരോരുത്തരും അറിയണം. നമ്മൾ ഓരോരുത്തരും ഈ സത്യം സാക്ഷാത്കരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് കൃതാർത്ഥതയും ധന്യതയും വരുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് അറിയാൻ കഴിയണില്ല? നിർമത്സരാണാം സദാം വേദ്യം. നമ്മുടെ മനസ്സ് മതമത്സരങ്ങളെ കൊണ്ട് എന്താ പറയുക, മലീമസമായിരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഈവണ്ടോ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപൻ നമ്മുടെയൊക്കെ ആത്മാവായിട്ട് ഉള്ളിലുണ്ട്, ഉള്ളിൽ ഉറക്കത്തിലുണ്ട് അല്ലേ? ഏത് നിമിഷമാണ് നമ്മുടെ കൂടെ ഭഗവാൻ ഇല്ലാത്തത്? വേറെ ആരെക്കാളും എപ്പോഴും ക്ലോസ് ആയിട്ട് എപ്പോഴും കൂടെ ഒരാൾ ഭഗവാനാണ്. പക്ഷേ നമുക്ക് അത് അനുഭവപ്പെടുന്നില്ല. കാരണം എന്താ? മതമത്സരങ്ങൾ നടന്നിരിക്കണം. അതുകൊണ്ട് എടുത്തു പറഞ്ഞു ക്വാളിഫിക്കേഷൻ, നിർമത്സരന്മാരാവണം. ആ നിർമത്സരത എങ്ങനെ വരും? ഈ മത്സരത വരുന്നത് ഞാൻ നീ എന്ന് പറയണോണ്ടാ. അതിന് ദേഹാഭിമാനമാണ് കാരണം. അതിന് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൻ്റെ പുറകിലിരിക്കുന്ന പരമാത്മാവിനെ നമ്മൾ വിസ്മരിക്കുന്നതാ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് അർത്ഥേഷു അഭിജ്ഞാനം അന്വയാതെന്നൊക്കെ പറഞ്ഞത്. ഭഗവാന്റെ സ്ഥൂല ശരീരമാണെന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ ഭാവന കൊണ്ടേ ഈ മതമത്സരങ്ങൾ പോവുള്ളൂ ഉള്ളിൽ നിന്ന്. ആരോട് ഞാൻ കോമ്പറ്റ് ചെയ്യാനാ? നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിൽ ഇരിക്കണം അതേ ഭഗവാനല്ലേ? ആത്യന്തികമായി നമ്മളൊക്കെ ഭഗവത് സ്വരൂപികളാണ്. അജ്ഞത കൊണ്ട് അറിയണില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആരോട് കോമ്പറ്റ് ചെയ്യും? അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞ മഹാന്മാർക്ക് എല്ലാവരോടും കരുണയുള്ളൂ. അവരുടെ കോമ്പറ്റീഷൻ അവർ പോവില്ല. നോക്കിയിട്ടുണ്ടോ? അജ്ഞാനികൾക്കാണ് കോമ്പറ്റീഷൻ. മറ്റവർക്ക് സേവയാണ്. സേവ സേവ സേവ. വാട്ട് കാൻ ഐ ഡു ഫോർ യു എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നിർമ്മത്സരാണം വേദ്യം, നിർമ്മത്സരന്മാരാവണം. ഇനിയോ വേറൊരു കൊണ്ട് താപത്രയോന്മൂലനം. എല്ലാ ദുഃഖങ്ങളും ഈ ഭാഗവത്തെ പഠിച്ചാൽ, ഭാഗവതത്തിൽ പ്രതിപാദിച്ച ആ സത്യസ്വരൂപനെ സാക്ഷാത്കരിച്ചാൽ ഇല്ലാണ്ടാവും. അപ്പോൾ ആനന്ദം കിട്ടും, മോക്ഷം കിട്ടും, ദുഃഖം ഇല്ലാണ്ടാവുകയും ചെയ്യും. സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും അല്ലേ? ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടാവും. താപം എന്താ തപിപ്പിക്കുന്നത്? നമ്മളെ എപ്പോഴും തപിപ്പിക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത് 3 കാര്യങ്ങളാണ്. ത്രയമാണ്. താപത്രയം എന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾ ട്രഡീഷണലായിട്ട് പഠിച്ചിട്ടുള്ള എന്താ പറയുക, ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതികാദി ദുഃഖങ്ങൾ. മറ്റൊന്നെന്താ? കാമ, ക്രോധ, ലോഭം എന്ന 3 ഉണ്ട്. ഇത് നമ്മളെപ്പോഴും തപിപ്പിച്ചുകൊണ്ടിരിക്കും. കാമന ഉള്ളിൽ വന്നാൽ മനസ്സിന് ചുട്ടു അല്ലേ? ക്രോധം വന്നാലും ചുട്ടു. ലോഭം കെട്ടിപ്പോരാനുള്ള ചിന്ത അത് നമ്മളെ ചുട്ടുകൊണ്ടിരിക്കും. തപിപ്പിക്കുന്നത് താപം. ഇത് 3 നമ്മളെപ്പോഴും തപിപ്പിക്കും. ഈ 3 ഇല്ലാണ്ടാക്കും ഈ ശ്രീമദ് ഭാഗവതം എന്ന്. എന്നിട്ട് ആ ഈശ്വര സദ്യ ഹൃദി അവരുദ്ധ്യതേ. ആ ഈശ്വരനെ സ്വന്തം ഹൃദയത്തിലുണ്ടെങ്കിലും അത് അനുഭവപ്പെടുത്തരും. ആര്? ഈ ശ്രീമദ് ഭാഗവതം. അപരൈഹി സാധ്യതയ്ക്കും മറ്റുള്ള ഗ്രന്ഥങ്ങളെ കൊണ്ട് ഇത് സാധിക്കുമോ? ഏത്? ഈ കാമാദി വികാരങ്ങളെ ഇല്ലാണ്ടാക്കൽ, ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കൽ, ശാശ്വതമായ ആ പരമാത്മസ്വരൂപനെ സാക്ഷാത്കരിച്ച് മുക്തി കൈവരിക്കൊക്കെ മറ്റ് ഗ്രന്ഥങ്ങളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. മറ്റ് അനുഷ്ഠാനങ്ങളെ കൊണ്ട്, സാധനം കൊണ്ട് സാധിക്കുമോ? ഇല്ല. പരിശുദ്ധ ധർമ്മമാകുന്ന ഭഗവാനിലുള്ള പരമപ്രേമെന്ന ആ സാധനം കൊണ്ട് മാത്രമേ സാധിക്കൂ. അതാണ് സൂചന. പക്ഷേ അതിന് വേണ്ട, എന്തുകൊണ്ട് എല്ലാവർക്കും സാധിക്കണില്ല? അതിന് വേണ്ട അർഹത എന്താ? യോഗ്യത. എല്ലാവർക്കും ഫ്രീ ആണ് ഭാഗവതം, എല്ലാവർക്കും അധികാരിയാണെന്ന് പറഞ്ഞു. പക്ഷേ അധികാരം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വരെ വെയിലൊന്നും കിട്ടിയിട്ടില്ല. ആപ്ലിക്കേഷനിൽ ഓപ്പൺ ടു ഓൾ എന്നാണ്. മറ്റേടത്ത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നെ ക്വാളിഫിക്കേഷനുള്ള ആൾ അപ്ലൈ ചെയ്താൽ മതി അല്ലേ? നല്ല ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ക്വാളിഫിക്കേഷൻ പറയില്ലേ? അതെ, ഇവിടെ ക്വാളിഫിക്കേഷൻ ഇല്ല. ഏത് ക്വാളിഫിക്കേഷനുള്ളവർക്കും വരാം. പക്ഷെ ഒരു ക്വാളിഫിക്കേഷൻ വേണം. കൃതിപിഹി സുഹൃതിഹി. സുഹൃതിപിഹി, സുഹൃതം പുണ്യം ചെയ്തവർക്കേ പറ്റുള്ളൂ. പുണ്യാത്മാക്കൾക്ക് സൽക്കർമ്മങ്ങളെക്കാൾ പരിഭാഗമാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്താ ഈ ഭാഗവതം കൊണ്ട് ആയിക്കൂടെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ഭാഗവതം വായിക്കാൻ തോന്നില്ല, ഭാഗവതം കേൾക്കാൻ പോകാൻ തോന്നില്ല. എന്താ കാരണം? സുഹൃതത്തിൻ്റെ കുറവ്. സുഹൃതിഭിഹി ശുശ്രൂഷിഭിഹി. ശ്രോതും ഇച്ഛ, കേൾക്കാനുള്ള ഇച്ഛ, സജ്ജനങ്ങളെ സേവിക്കാനുള്ള ആഗ്രഹം. ശുശ്രൂഷാന്ന് ഒരർത്ഥം ശുശ്രൂഷിക്കുക പതില്ലേ, സേവിക്കൽ. മറ്റൊരർത്ഥം കേൾക്കാനുള്ള ആഗ്രഹം. രണ്ടും വേണം. മഹാത്മാക്കളെ, സജ്ജനങ്ങളെ സേവിച്ചാലേ, അങ്ങനെ സേവിച്ച് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മനസ്സിലായോ? രണ്ടും വേണം. അതെ, ഇപ്പം പറയാണ് മറ്റ് ഒരു ഗ്രന്ഥങ്ങളെ കൊണ്ടും മറ്റൊരു അനുഷ്ഠാനം കൊണ്ടും ഈ ഭാഗവതം കൊണ്ടും ആ പരിശുദ്ധമായ ഭഗവത് പ്രേമം കൊണ്ടും സ്വന്തം ഹൃദയത്തിലിരിക്കുന്ന ആനന്ദസ്വരൂപനാവുന്ന ഭഗവാന്റെ സാക്ഷാത്കാര അനുഭവം, ആ ദുഃഖ നിവൃത്തിയും മോക്ഷമൊക്കെ കിട്ടണ മാതിരി വേറെ ഒന്നുകൊണ്ടും കിട്ടില്ല. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവത്തെ
എന്ത് ചെയ്യണം? സർവാത്മന ശരണമടയൂ. അപ്പോൾ ഭാഗവതത്തിൻ്റെ മഹത്വം, മഹിമ ഭഗവാൻ തന്നെ പറയാം. അഡ്വർടൈസ്മെൻറ്റ് ആദ്യത്തെ 2 ശ്ലോകം എടുത്താൽ മതി അല്ലേ? അതോടൊപ്പം നാം കണ്ടു ഇതിലെന്താണ് ഇതിൽ എന്ത് വിഷയത്തെക്കുറിച്ചാണ് പറയണത്? നാം കണ്ടു സച്ചിദാനന്ദ സ്വരൂപനെ, പരമാത്മാവിനെ. ആരാണത് പഠിക്കേണ്ടത്? ആർക്കാണോ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം വേണം, ഈ കാമക്രോധാദികളൊക്കെ ജയിക്കണം അല്ലേ, ഈ നക്രത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്ത് ഇറങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ, ശാശ്വത സുഖത്തെ ആഗ്രഹിക്കുന്നവർ, മോക്ഷാഗ്രഹിക്കുന്നവർ. പ്രയോജനം എന്താ? മോക്ഷം. സംബന്ധം എന്താ? ഈ ഭാഗവതം ഈ ഇതിൽ പ്രതിപാദിക്കുന്നത് അത്ര വസ്തു ശിവതം, വാസ്തവ വസ്തുവിനെ ഇതിൽ പ്രതിപാദിച്ചിരിക്കണം. ആ വാസ്തവ വസ്തുവിനെ റിവീൽ ചെയ്ത് തരും, പ്രകടമാക്കി തരും, വെളിപ്പെടുത്തി തരും. ബോധ്യബോധക സംബന്ധം. അപ്പോൾ അനുബന്ധ ചതുഷ്ടയിലെ അധികാരി, വിഷയം, പ്രയോജനം, സംബന്ധം. പിന്നെയോ ഭഗവാനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരനായ പരമാത്മ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭാഗവതം ആരംഭിച്ചുകൊണ്ട് മംഗളാചരണമായി. ഇഷ്ടദേവതാ സ്മരണം, മംഗളാചരണം. അപ്പോൾ ഒരു ശാസ്ത്രത്തിൻ്റെ സമ്പ്രദായം അതൊക്കെ. സാധാരണ നമ്മൾ ഇത് പറയുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർക്ക് അത്രയൊന്നും ഉൾക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ക്ലാസ് ആയാലും ഇതൊക്കെ വേണ്ട പോലെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രഭാഷണങ്ങളിലോ സപ്താഹങ്ങളിലോ ഒക്കെ ഇങ്ങനെ പറയാൻ പോകാൻ പറ്റില്ല. പക്ഷേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രമല്ലേ? ശാസ്ത്രം വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ അതിന് കാണുമല്ലോ. അതെ. ഇനി 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഹ ഭുവി ഭാവുകാഹ. ശ്രീമദ് ഭാഗവതം 2 തരത്തിൽ അമൃത. അമൃതദ്രവ സംയുതം. എന്താണ്? അമൃത രസം നിറച്ചു വെച്ചിരിക്കണതാ. ഒന്ന് അമൃതത്വപ്രാപ്തിക്കുള്ള സാധനമായതുകൊണ്ട്, മോക്ഷത്തിൻ്റെ സാധനമായതുകൊണ്ട്. പിന്നെയോ അസാധാരണ മാധുര്യം മുറ്റി നിൽക്കുന്നുമുണ്ട്. സ്വാദു പതേ പതേ എന്നാണ് ഇനി ഋഷിമാർ പറയാൻ പോണത്. ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും എന്താ അതിൻ്റെ ഒരു സ്വാദ്, എന്താ അതിൻ്റെ ഒരു മാധുര്യം. ബോറിംഗ് അല്ല അങ്ങനത്തെ. നമുക്ക് ഈ ഭാഗവതം പഠിക്കുന്നത് കേൾക്കണത് ബോറിംഗ് ആയി തോന്നുന്നുണ്ടോ? ഇല്ല. എത്ര കേട്ടാലും ഇനിയും കേൾക്കണം എന്നാ അല്ലേ? അതെ. എന്താണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സവിശേഷത? ഇത് നിഗമ കൽപ്പതരോഹോ ഗളിതം ഫലം. രസം മാത്രമായ, രസം കുടിക്കണ ഒരു പാത്രം വേണ്ട, കുറച്ച് രസം തരൂ, ഒരു ഗ്ലാസ്സിൽ കൊണ്ടുതരാം, അല്ലെങ്കിൽ ഒരു ഉഴുതിലുകൊണ്ട് എടുത്തിട്ട് വിളമ്പി തരാം. രസം കുടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധി വേണം. ആ രസം പഴാക്കി വെച്ചേക്കണം. രസം തന്നെ ഒരു പഴമായി വന്നേക്കണത്. എഴുതുന്നുണ്ടായതാണ്? മൂത്ത് പഴുത്ത വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ പഴ. വേദത്തെ കൽപ്പവൃക്ഷത്തോടെ പറഞ്ഞത്. നിഗമ കൽപ്പതരു, തരു വെച്ച വൃക്ഷം. അതിന് ഗളിതം ച വീണത്, ഫലം ച പഴം. തരു വൃക്ഷം, കൽപ്പതരു കൽപ്പവൃക്ഷം. നിഗമം എന്ന് പറഞ്ഞാൽ വേദം. എന്താ വേദത്തെ നിഗമം എന്ന് പറഞ്ഞത്? നിഗമയതി എന്ന് പറഞ്ഞാൽ ബോധയതി. നിഗമയെ വെച്ചാൽ ബോധിപ്പിക്കുന്നു. എന്തിനെ ബോധിപ്പിക്കുന്നു? ഒരു മനുഷ്യന് ജീവിതത്തിൽ നേടേണ്ട പുരുഷാർത്ഥങ്ങളെ എങ്ങനെയാണ് സമ്പാദിക്കേണ്ടതെന്ന് ബോധിപ്പിച്ചു തരിക. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്ന 4 പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാനുള്ള മാർഗത്തെ നന്നായിട്ട് ഉപദേശിക്കുന്നത് കൊണ്ട്, ബോധിപ്പിക്കുന്നത് കൊണ്ട്, ആ അർത്ഥത്തിൽ നിഗമയതി, ബോധയതി എന്ന അർത്ഥത്തിൽ ബോധിപ്പിക്കുക. ബോധയതി എന്ന് പറഞ്ഞാൽ നിഗമം എന്ന് പറഞ്ഞു. ആ വേദം നമുക്ക് മനുഷ്യന് വേണ്ടതൊക്കെ തരും. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ എല്ലാം പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടത് കൽപ്പവൃക്ഷ. ഭാഗവതവും കൽപ്പവൃക്ഷ. എന്താ? ഭാഗവത്തെ ആശ്രയിച്ചാൽ എല്ലാം കിട്ടും. ഭഗവാൻ കൽപ്പവൃക്ഷ. ഭഗവാനും അതെ. ഭഗവാനെ നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈഹി അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കമല പാരിജാതോ ഹരേ. ഗുരുവായൂരപ്പനെ കൽപ്പത്തൂർ നാരായണത്തിൽ ആദ്യത്തെ ദശകത്തിൽ സംബോധന എങ്ങനെയല്ലേ? ഹേ പാരിജാതോ, ഹേ കൽപ്പവൃക്ഷമേ, ഭൂലോകത്തെ കൽപ്പവൃക്ഷമേ കൃഷ്ണ. ഭഗവാൻ ആരാണ്? കൃഷ്ണൻ ആരാണ്? കൽപ്പവൃക്ഷമാണ്. സാധാരണ കൽപ്പവൃക്ഷം സ്വർഗത്തിലേ ഉണ്ടാവുള്ളൂ, ഇവിടെ ഇല്ല. ഭൂമിയിൽ മനുഷ്യൻ കുറേ പുണ്യം ചെയ്യണം, എന്നിട്ട് മരിക്കണം, എന്നിട്ട് സ്വർഗത്തിൽ പോയിട്ട് ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചോട്ടിൽ പോയി ചോദിച്ചത് കൊടുക്കും. പക്ഷേ ഇവിടെ ഭൂമിയിലുള്ള കൽപ്പവൃക്ഷമാണ് കൃഷ്ണൻ ഭഗവാൻ. ഭൂമിയിലുള്ള കൽപ്പവൃക്ഷമാണ് ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായ ഭാഗവതം. മനസ്സിലായോ? ഇപ്പം ഇത് നിഗമകൽപ്പ തരുക. ഇത് നമുക്ക് ശ്രേയസ്സിനുള്ള മാർഗങ്ങളെ പറഞ്ഞു തരുന്നുണ്ട് ഭാഗവതം. അങ്ങനെയുള്ള ആ
വേദത്തിൻ്റെ മൂത്തുപഴുത്ത പഴം, രസം മാത്രമേ ഉള്ളൂ, കളയാനൊന്നുമില്ല, കുരും തൊലിയൊന്നുമില്ല, പൂർണ്ണമായിട്ടും ആസ്വദിക്കാം. അങ്ങനെയുള്ള ഭാഗവതം, അതും നാം കണ്ടു. ആരാണത് ലോകത്തിൽ ഈ ഭാഗവതം പാടിയത്, പറഞ്ഞത്, പ്രചരിപ്പിച്ചത്? ശുകബ്രഹ്മർഷി. ആരാണ്? ജന്മനാ ജീവൻ മുക്തനായിട്ടുള്ള ആൾ. ഇവിടെ വന്ന് ജനിച്ചിട്ട് എന്നെ നിങ്ങളെമാതിരി ജനിച്ച് സാധന ചെയ്ത് മനഃശുദ്ധി സമ്പാദിച്ച് ധ്യാനം ചെയ്ത് സാക്ഷാത്കാരം നേടിയ ആളല്ല. അമ്മയുടെ വയറ്റ് വെച്ച് തന്നെ മുക്തരായത് വാമദേവനും ശുഗനും, ഇങ്ങനെ ചില ആൾക്കാരേ ഉള്ളൂ. മനസ്സിലായോ? അജന്മജ്ഞാനികളാ, ബ്രഹ്മജ്ഞാനികളാ, അവരാണ് ഇത് പാടി നടക്കുന്നത്. അപ്പോൾ ആ ശുഗമഹർഷി, ആ ജീവൻ മുക്തനായിട്ടുള്ളതായ ആ ശുഗബ്രഹ്മർഷി പോലും അദ്ദേഹത്തിനെ പോലും ആകർഷിച്ചതും അദ്ദേഹം സദാ പാടി നടക്കുന്നതുമായത് ഈ ശ്രീമദ് ഭാഗവതം സർവാരാധ്യമാണ്. ഏത് ഗ്രന്ഥത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അതതിൻ്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്നു. പിന്നെ ഇതെന്താ ഉള്ളത്? രസമാണ്. ആ രസം എന്ത് ചെയ്യണം? പിബത, കുടിക്കണം. പക്ഷേ ഇത് കുടിക്കണം എന്തുകൊണ്ടാ? ഗ്ലാസ്സിലൊഴിച്ച് വായോണ്ടല്ല, കാതുകൊണ്ടാണ്, ശ്രവണമാണ് ചെയ്യേണ്ടത്. പിബത ഭാഗവതം രസം, പിബത കുടിക്കൂ, ഭാഗവത രസം കാതുകൊണ്ട് കുടിക്കൂ എന്നാ, നിരന്തരം കേൾക്കൂ. ഏതുവരെ? ആലയം, ലയിക്കുന്നത് വരെ. ലയിക്കാൻ വെച്ചാലോ നാം ഇല്ലാണ്ടാവണവരെ. ദുഃഖത്തിന് കാരണം അഹങ്കാരമാണ്, മനസ്സിലായില്ലേ? അഹങ്കാരത്തിന് കാരണം അജ്ഞാനമാണ്. ആ അഹങ്കാരം ആ ഭഗവാനിൽ ലയിച്ച് ഇല്ലാണ്ടാവണം. അതാണ് മുക്താവസ്ഥ. അങ്ങനെ മുക്തനായിട്ടും ആ നിർവികൽപ്പ സമാധിയിൽ നാം എന്ന വ്യക്തിഭാവം അലിഞ്ഞ് ചേരുന്നത് വരെ ആലയം പോരാ. പിന്നെ അവിടുന്ന് ഉണർന്നു വന്ന ശുഗമഹർഷിമാർ പിന്നെ, മനസ്സിലായോ? അപ്പോൾ മുക്താവസ്ഥയിൽ പോലും ത്യാജ്യമല്ലാത്ത ഒന്നാണ് ഭാഗവതം രസം. അതിനെ നിരന്തരം ആസ്വദിക്കൂ. മുഹുഹു, വീണ്ടും വീണ്ടും വീണ്ടും. അഹോ രസികാഹ ഭുവികാഹ, രസികന്മാരെ, ഇതിൻ്റെ മഹത്വത്തെ അറിയാനും ഉൾക്കൊള്ളാനും കഴിവുള്ളതായ വിവേകികളെ, ഭാഗ്യശാലികളെ, അഹോ പിബത, ഇതൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം. ഇങ്ങനൊരു ഭാഗവതം ഇവിടെ ഉണ്ടാവുക, ഇങ്ങനൊരു ഭാഗവതം നമുക്ക് കിട്ടുക, ഇങ്ങനൊരു ഭാഗവതത്തിൽ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടാവുക, ആ ഭാഗവതം ഇങ്ങോട്ട് ഇന്ന ലാഭങ്ങളൊക്കെ ഉണ്ടാവുക, ജന്മസാഫല്യം നേടിത്തരിക, അങ്ങനെയുള്ള ഭാഗവതം നമുക്ക് കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാവുക. ഹോ ഭാഗ്യം ഭാഗ്യം എന്ന വിചാരത്തോടു കൂടി അതിനെ വീണ്ടും വീണ്ടും പാനം ചെയ്യൂ, കുടിക്കൂ, ആസ്വദിക്കൂ എന്ന് പറയാം. അപ്പം ഈ 3 ശ്ലോകം ഇതിൻ്റെ മഹത്വത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇനി വിഷയത്തിലേക്ക് വരിക. എവിടെയാണ് ഈ കഥ നടക്കുന്നത്? നൈമിഷാരണ്യത്തിലാണ്. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമം ആസതാം. നൈമിഷേ അനിമിഷക്ഷേത്രേ എന്നാണ്. നൈമിഷാരണ്യത്തിൻ്റെ വിശേഷണമാണ് അനിമിഷക്ഷേത്രം. അനിമിഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നർത്ഥം, പരമാത്മാന്നാണ്. അങ്ങനെ അർത്ഥം പറയണത്. നിമിഷം എന്ന് പറഞ്ഞാൽ നിമിഷം എന്ന് വെച്ചാൽ സമയത്തിൻ്റെ ചെറിയ ഒരു അളവാണ്, ഒരു യൂണിറ്റാണ് നിമിഷം. നിമിഷ നേരം എന്ന് പറയില്ലേ, ഒരു നിമിഷം. നിമിഷം എന്ന് പറയാം, കണ്ണടച്ച് തുറക്കുന്ന സമയത്താണ് നിമിഷം എന്ന് പറയാം. ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നിമിഷം എന്ന് പറയാം. അപ്പോൾ അതിന് കൺപോളകൾ ഉള്ളതുകൊണ്ടാണ് കണ്ണടച്ച് തുറക്കാൻ പറ്റണത്. അപ്പോൾ ഉന്മേഷ നിമേഷങ്ങൾ അത് പുരികക്കൊടികൾ കൺപോള ഉള്ളതുകൊണ്ടാണ്. അനിമിഷം എന്ന് പറഞ്ഞാലോ, അനിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടയ്ക്കാത്ത ആളെന്നൊക്കെ അർത്ഥം. എന്നെന്തർത്ഥം? ഇവിടെ സമയത്തിന് അതീതനായവെന്നർത്ഥം, സമയത്തിന് മുമ്പുള്ളവെന്നർത്ഥം, സമയം ബാധയില്ലാത്ത ആളെന്നർത്ഥം. അതാരാ? കാലം ജനിക്കുന്നതിന് മുമ്പ് ഉള്ളവൻ. അതാണ് പരമാത്മാ ബോധം. നമ്മുടെ ബോധത്തിൽ ഒരു ചിന്ത വരുമ്പോൾ, ആദ്യത്തെ ചിന്ത ഉദിക്കുമ്പോൾ സമയമുണ്ടോ? ഒന്നാമത്തെ ചിന്ത ഉദിച്ചു നമ്മുടെ ഉള്ളിൽ, സമയമുണ്ടോ? ഇല്ല. ഉറങ്ങുമ്പോൾ സമയമുണ്ടോ? ഇല്ല. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, ആദ്യത്തെ ചിന്ത ഉയർന്നു. ആദ്യത്തെ ചിന്ത ഉയരുമ്പോൾ സമയം ഇല്ല, 0 ടൈമാണ്. അടുത്ത ചിന്ത വന്നു, പിന്നെ രണ്ടാമതൊരു ചിന്ത വന്നു. ആ രണ്ടാമത്തെ ചിന്തയ്ക്കും ആദ്യത്തെ ചിന്തയ്ക്കും ഇടയിലുള്ള ആ ഡിസ്റ്റൻസ് അല്ലേ, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ 2 എക്സ്പീരിയൻസസ് എന്നാണ് സ്വാമിജി പറയുക, ഗുരുദേവൻ. 2 അനുഭവങ്ങൾക്ക് തമ്മിലുള്ള ഇടവേള, അവിടെയാണ് സമയം ജനിക്കുന്നത്. ആദ്യത്തെ അനുഭവത്തിൽ സമയം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ അനുഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് തോട്ടിൽ ആദ്യത്തെ ചിന്ത ഉദിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ സമയമില്ല, 0 ടൈമാണ്. രണ്ടാമത്തെ ചിന്ത ഉദിക്കുമ്പോഴേ അനുഭവമുള്ളൂ അല്ലേ.
അത് അവിടെ സമയം ആരംഭിക്കുന്നു. സമയം ജനിക്കുന്നത് രണ്ടാമത്തെ ചിന്തയോട് കൂടിയിട്ടാണ്. ആ രണ്ടാമത്തെ ചിന്തയോടുകൂടി ആരംഭിച്ചതുകൊണ്ട് സമയത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് സെക്കൻഡായി എന്ന്. നോക്കണേ, എത്ര നമ്മളൊന്നും ആലോചിച്ചിട്ടുണ്ടോ? ഗുരുദേവൻ എങ്ങനെ പറയുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. സയൻറ്റിസ്റ്റുകളൊക്കെ അന്തം വിട്ടു പോകും. എന്തൊരു കണ്ടുപിടുത്താലേ ഇത്! വൈ ഇറ്റ് ഈസ് സെക്കൻഡ്, നോട്ട് ഫസ്റ്റ്. മറ്റേതറിയാം, മണിക്കൂർ, ആഴ്ച, മാസം, യുഗം, കൽപ്പങ്ങളൊക്കെ പറയാം. പക്ഷേ ഏറ്റവും ചെറുതെന്താ? സമയത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് സെക്കൻഡ്. എന്തുകൊണ്ട് സെക്കൻഡായി, ഫസ്റ്റ് ആയില്ല എന്ന്, ഈ തേർഡായില്ല എന്ന്? ഫസ്റ്റ് തോട്ടിൽ 0 ടൈമാണ്, സെക്കൻഡ് തോട്ടിട്ടാവണം. അപ്പം അതിൻ്റെ ഇടയിലാണ് ആ ഗ്യാപ്പാണ്, അവിടെയാണ് സമയം ജനിക്കണത്. മനസ്സിലായില്ലേ? ആദ്യത്തെ ചിന്തയിൽ ഒരു സമയം ജനിച്ചിട്ടില്ല. അപ്പോൾ ആ ആദ്യത്തെ ചിന്ത എവിടുന്നാ പൊട്ടിയത്? ആ ബോധസ്വരൂപനായ പരമാത്മാവിൽ നിന്നാണ്. ആ ആദ്യത്തെ ചിന്ത ആരെ പ്രകാശിപ്പിച്ചത്? അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ബോധസ്വരൂപമാണ്. ആ ബോധസ്വരൂപത്തിൽ സമയമുണ്ടോ? അവൻ അനിമിഷനല്ലേ? അല്ലേ? കാലദേശാവധിഭ്യ നിർമുക്തം എന്നൊക്കെ പറയണ ചുമ്മാ അല്ല എന്ന് മനസ്സിലാവണില്ലേ? കാലമില്ല, ദേശമില്ല അവിടെ. അപ്പോൾ അനിമിഷക്ഷേത്രം. അനിമിഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമാത്മ. ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ട് പറയാം. അപ്പോൾ നിമിഷം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന സമയം അല്ലേ? അപ്പോൾ നിമേഷങ്ങളില്ലാത്തവൻ ഭഗവാൻ പരമാത്മ. അപ്പം അവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ട് അത്രേ. മനസ്സിലായോ? നൈമിഷം എന്നു പേരായ വിഷ്ണു ക്ഷേത്രമുള്ള പുണ്യസ്ഥാനത്ത് എന്നർത്ഥം. നൈമിഷേ അനിമിഷ ക്ഷേത്രം. ഒരു എഫ് ഇല്ലേ അവിടെ? അപ്പോൾ എഫ് ഇട്ടതിനർത്ഥം അത് മുറിക്കുമ്പോൾ ആ എന്നാണ് അർത്ഥം. ഒന്നിച്ചു ചോദിക്കും, നൈമിഷേ നിമിഷക്ഷേത്രേന്ന്. നിമിഷക്ഷേത്രമല്ല, അനിമിഷക്ഷേത്രം. അനിമിഷൻ്റെ ക്ഷേത്രം. അനിമിഷൻ ഭഗവാൻ പരമാത്മ. അപ്പോൾ അവിടെയുള്ള ആ നൈമിഷം എന്ന് പേര് ആ സ്ഥലത്തിന്. അവിടെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. അങ്ങനെയുള്ള ആ പുണ്യസ്ഥാനത്ത് ശൗനകൻ മുതലായിട്ടുള്ളതായ മഹർഷിമാർ ഒരുപാട് കൊല്ലം, 1000 കൊല്ലമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ആരംഭിച്ചു. പറയണു, ഋഷയ സ്വർഗായ ലോകായ സഹസ്രസമം. സ്വർഗായ ലോകായ, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പലരും വിചാരിക്കണം സ്വർഗായ ലോകായത്തെ, സ്വർഗമാവുന്ന ലോകത്തിന് വേണ്ടി, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന സത്രം യാഗം ആരംഭിച്ചു. ഇവിടെ ഈ ഋഷീശ്വരന്മാരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. ഇവരൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുക? അല്ല. സ്വർഗായ എന്ന വാക്കിന് എന്താ അർത്ഥം? സ്വർഗായൻ. സ്വർഗായ എന്ന് പറഞ്ഞാലോ സ്വർഗത്തിൽ ആരുടെ മഹിമയാണോ പാടുന്നത് അവൻ്റെ അർത്ഥം. സ്വർഗത്തിൽ ആരെയാണോ ഗാനം ചെയ്ത് പുകഴ്ത്തുന്നത്, കീർത്തിക്കുന്നത്, സ്തുതിക്കുന്നത് ദേവതകളൊക്കെ, യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഹാസ്തുന്വന്തി ദിവ്യൈസ്തവൈ. ഈ ബ്രഹ്മാവും ഇന്ദ്രനും വരുണനും ചന്ദ്രനും സകല ദേവതകളും ദിവ്യങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് ആരെയാണ് സ്തുതിക്കുന്നത് എന്ന്. തസ്മൈ നമ. അവനാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? ആ ഭഗവാന്റെ പ്രാപ്തിക്ക് വേണ്ടി എന്നർത്ഥം. നോക്കൂ, സ്വർഗത്തിൽ ഗായൻ. സ്വർഗത്തിൽ അവരൊക്കെ ആരെക്കുറിച്ച്, ആരെയാ പാടുന്നത്, ആരെ സ്തുതിക്കുന്നത്, ആരെ കീർത്തിക്കുന്നത്? ആ പരമാത്മാവിനെ. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവത് പ്രാപ്തിക്കായി, അഥവാ ശ്രീഹരിപ്രാപ്തിക്ക് വേണ്ടി, അഥവാ വൈകുണ്ഠപ്രാപ്തിക്ക് വേണ്ടി എന്നൊക്കെ അർത്ഥം പറയാം. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് വ്യാഖ്യാനം കിട്ടി. ഭാഗവതത്തിൻ്റെ ആധികാരികമായ വ്യാഖ്യാനം ചെയ്ത ആൾ ശ്രീധരാചാര്യസ്വാമികളാണ്. ശ്രീധരീയമാണ് അതിന് പ്രമാണം. ശ്രീധരാചാര്യ പറഞ്ഞാണ് സ്വർഗായൻ. ആരാണ്? ഹരി, ശ്രീഹരി. അവൻ്റെ ലോകപ്രാപ്യസ്ഥാനം. അപ്പോൾ ശ്രീഹരിയെ കിട്ടാൻ വേണ്ടി, ശ്രീഹരിയെ അടയാൻ വേണ്ടി, കൃഷ്ണപ്രാപ്തിക്ക് വേണ്ടി, വൈകുണ്ഠപ്രാപ്തിക്ക് വേണ്ടി, ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി എന്ന് ഇൻ ഷോർട്ട്. അതിനു വേണ്ടിയിട്ട് നൈമിഷാരണ്യത്തിൽ, നൈമിഷം എന്നു പേരായ വിഷ്ണു ക്ഷേത്രത്തിൽ, അവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടെന്ന് മനസ്സിലാക്കണം. നൈമിഷാരണ്യം, അതിന് മഹിമ, ആ സ്ഥലത്തിന് മഹിമയുണ്ട്. അവിടെ ഒരു സത്രം നടത്തി. എന്ത് സത്രമായിരുന്നു അത്? ബ്രഹ്മസത്രമാണ്, സാധാരണ സത്രമല്ല. ഈശ്വരനെക്കുറിച്ച്, ഈശ്വരൻ്റെ ഗുണഗണങ്ങളെയും മഹാത്മ്യങ്ങളെയും സ്വരൂപത്തെയും കുറിച്ച് ചർച്ച ചെയ്യുക, പറയുക, കേൾക്കുക. ഇത് മാത്രമേ അവിടെ നടക്കുള്ളൂ. ഈശ്വരൻ്റെ സഗുണ നിർഗുണ ഭാവങ്ങളെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതാണ്. ഇനി അനിമിഷ ക്ഷേത്രം എന്നുള്ളതിന് നിമിഷ നേരം കൊണ്ട് കുറേ രാക്ഷസന്മാരെ ഭഗവാൻ കൊന്നുത്ര അവിടെ. അങ്ങനെയും ഒരു കഥ. മനസ്സിലായില്ലേ? ഭഗവാൻ അനിമിഷൻ നിമിഷ നേരം കൊണ്ട് ഒരുപാട് രാക്ഷസന്മാരെ വധിച്ചു സ്ഥലം. ഈ നൈമിഷാരണ്യം എവിടെയാണ്? എന്താ പറയുക, ഭൂമിശാസ്ത്രപരമായിട്ട്
യു പിയിൽ ലഖ്നൗവിനടുത്താണ് ഈ നൈമിഷാരണ്യം. അത് വരാമെന്നും അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ സത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരർത്ഥം ഇത് നോക്കൂ, എല്ലാത്തിനും ആധ്യാത്മിക അർത്ഥവും ആദിഭൗതിക അർത്ഥമുണ്ട്. ഭൗതികാർത്ഥമുണ്ട്, ആധ്യാത്മിക അർത്ഥമുണ്ട്. ഭൗതികാർത്ഥത്തിൽ ആ ലഗ്നവിൽ അവിടെയുള്ള നൈമിഷാരണ്യം. ആധ്യാത്മികാർത്ഥം എന്താ? ആധ്യാത്മിക അർത്ഥം ഇവിടെ ഇതിന് പുറകിൽ അത് മനസ്സിലാക്കണേ. അതിൻ്റെ ഒരു ആ സ്ഥലത്തിൻ്റെ മഹിമ ഉണ്ടായ സംഭവം മനസ്സിലാക്കണം. ഈ കലികാലം ആരംഭിച്ചപ്പോൾ ഈ ശൈനകാദി മഹർഷിമാരൊക്കെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഈ കലിബാധ ഏൽക്കാതെ കലിദോഷങ്ങളൊന്നും ബാധിക്കാതെ ഞങ്ങൾക്ക് ഭഗവാനെ ഭരിക്കാൻ ഒരു സ്ഥലം പറഞ്ഞു തരുമെന്നു. ബ്രഹ്മാവ് ഒരു ചക്രം, വളരെ വേഗതയിലുള്ളൊരു ചക്രം ഇട്ടുകൊടുത്തു. നിങ്ങൾ ഈ ചക്രത്തിൻ്റെ പിന്നാലെ പൊക്കോളൂ, ഈ ചക്രം എവിടെയാണോ പോയി നിൽക്കുക അത് നല്ല സ്ഥലം, അവിടെ പോയി ഒന്ന് ഭരിച്ചോളൂ പറഞ്ഞു. അപ്പോൾ ആ ചക്രത്തിൻ്റെ പുറകെ വന്നു. ആ ചക്രം ഉരുണ്ട് ഇപ്പോൾ ഈ നൈമിഷാരണ്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് അത് വീണ് ഉടഞ്ഞു വന്നു. നേമി ചക്രം എന്നർത്ഥം. ആ നേമി ശീർണമായി തവിട് പൊടിയായി ഉടഞ്ഞു പോയി. ആ സ്ഥലം നേമി ശീർണമായ സ്ഥലം നൈമിഷാരണ്യം. അങ്ങനെ പറഞ്ഞ് അങ്ങനെ വന്നു. അതായില്ലേ? അപ്പോൾ ആ നേമി വീണ സ്ഥലം എവിടെ നിന്ന്? അവിടെ ഒരു ചക്ര കുണ്ട് അല്ലെങ്കിൽ ചക്ര തീർത്ഥം എന്നൊക്കെ പറയാം. അവിടെ വൃത്താകൃതിയിലൊരു കുളം, അവിടാണ് അവിടുത്തെ തീർത്ഥസ്ഥലം. അതൊരു തീർത്ഥമാണ്, പല തീർത്ഥങ്ങളിലും ചക്രതീർത്ഥം. പരശുരാമൻ്റെ കഥയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരശുരാമൻ കുട്ടിക്കാലത്ത് ആ ചക്രതീർത്ഥത്തിൽ പോയിട്ട് വളരെ കാലം മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരൊക്കെ വാങ്ങിയ ആളാണ് കുട്ടിക്കാലത്ത്. ശ്രീരാമനുമായി കണ്ടുമുട്ടുമ്പോൾ പറയേണ്ടതൊക്കെ അട്ടെ. അപ്പോൾ ഇതാണ് നൈമിഷാരണ്യം. അപ്പം ചക്രം എറിഞ്ഞു കൊടുത്തു. ആ ചക്രം എവിടെയാണോ നിന്നത് ആ സ്ഥലമാണ് നൈമിഷാരണ്യം. ഇത് ഭൗതികാർത്ഥം. ആധ്യാത്മികാർത്ഥം എന്താ? ഈ ചക്രം തിരിയണ പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സ്. ശരിയോ? ചക്രത്തിനേക്കാൾ സ്പീഡിൽ നമ്മുടെ മനസ്സ് തിരിയണത് അല്ലേ? അതെവിടെയാണോ നിശ്ചലമാവുക, മനസ്സ് വിക്ഷേപങ്ങളെല്ലാം അടങ്ങി ശാന്തവും നിശ്ചലവുമായി തീരുന്ന ആ അവസ്ഥയാണ് നൈമിഷാരണ്യം. ആ മനസ്സാണ് ധ്യാനത്തിനുള്ള ഉപകരണം. അങ്ങനത്തെ മനസ്സുകൊണ്ടേ നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റുള്ളൂ. ഹരിപ്രാപ്തിക്ക് സ്വർഗത്തിലുള്ളവർ പാടിപ്പുകഴ്ത്തുന്ന ആ ഹരിയെ, ഭഗവാനെ, വൈകുണ്ഠമൂർത്തിയെ, മഹാവിഷ്ണുവിനെ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു സ്ഥലം വേണമെച്ചാൽ പുറത്ത് സ്ഥലമല്ല, നമ്മുടെ മനസ്സ് ഇങ്ങനെയാവണം എന്നർത്ഥം. മനസ്സിലായില്ലേ? അതെ. അപ്പോൾ വീണ്ടും നമുക്കിനി കഥയിലേക്ക് വരാം. അപ്പം അങ്ങനെയുള്ള നൈമിഷാരണ്യത്തിൽ ഈ ധൗനകാദി മഹർഷിമാർ ഒരു സത്രം നടത്തി. ലൗകിക സത്രമല്ല, ബ്രഹ്മസത്രം. ലക്ഷ്യം ഭഗവത് പ്രാപ്തി. അങ്ങനെയുള്ള അവർ രാവിലത്തെ പ്രാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ച് അവരുടെ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ആഗതനായ ആ ഗുരുനാഥനെ, സൂതനെ, ഉഗ്രശ്രവസ് എന്നതിന് പേര്. ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതൻ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ്. വേദവ്യാസ മഹർഷിയുടെ ശിഷ്യൻ മാത്രമല്ല, വേദവ്യാസൻ്റെ പുത്രനായ ശീശുകൻ്റെയും ശിഷ്യനാണ്. ശുഗമഹർഷിയുടെ മുഖത്തുനിന്ന് പരീക്ഷത്തിൻ്റെ ഒപ്പം ഇരുന്ന് ഭാഗവതം മുഴുവൻ കേട്ടാളാണ്, സപ്താഹം കേട്ടാളാണ്. അങ്ങനെയുള്ള മഹാത്മാവ്, എല്ലാം അറിയുന്ന ആളാണ്, സാക്ഷാത്കാരം നേടിയൊരു മഹാത്മാവാണ്. ഒരവധൂതനായ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുക. വണ്ടറിങ് മെൻഡിക്കൻ്റ് എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടത് ഇന്നത്തെ ഭാഷയിൽ. അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യം ലോകാനുഗ്രഹകാതരനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുക. അങ്ങനെയുള്ള ആ മഹാത്മാവ് ഒന്നും ഒരേ ഭക്തിയോടുകൂടി നമസ്കരിച്ച് പൂജിച്ചിരുത്തി. അതൊക്കെ മഹാത്മ്യം നമ്മൾ കണ്ടു, അസൂതനെ വണങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ പോയി വീണ് നമസ്കരിച്ചുകൊണ്ട് ആദരാത് സൽകൃതം സൂതമാസീനം പപ്രച്ചുഹു ഇതം ആദരാത്. ആദരവോടുകൂടി സൂതനെ, ആ ഗുരുനാഥനെ, സൂതൻ ഇവിടെ ഉഗ്രശ്രവസ്, അദ്ദേഹത്തിനെ സൽകൃതം വേണ്ട പോലെ സൽക്കരിച്ചിട്ട് ആദരവോടുകൂടി സമീപിച്ചിട്ട് ഇതം പപ്രച്ചു, ഇങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ ഇതിനെ ചോദിച്ചു. അപ്പോൾ ചോദ്യം എന്താ, അല്ലെങ്കിൽ ഇതിൻ്റെ പോയിന്റ് എന്താ? എങ്ങനെയാണ് നമ്മൾ ഗുരുനാഥനെ സമീപിക്കേണ്ടത്? ഇന്നിപ്പോൾ നമുക്കൊക്കെ ഓൺലൈനാണ്. എനിക്ക് തോന്നുന്നു മോക്ഷം ഓൺലൈനായിരിക്കും. ഓൺലൈൻ പാർട്ടിസിപ്പേഷൻ, ഓൺലൈൻ സർട്ടിഫിക്കറ്റും ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഓൺലൈൻ മോക്ഷം. ഓൺലൈൻ കാലത്ത് ഓൺലൈനൊക്കെ. പക്ഷേ ശരിക്കും എന്താണ്? ഗുരുനാഥനെ ശ്രദ്ധാഭക്തി വിനയ പുരസ്സരം സമീപിച്ച് സേവനം ചെയ്ത് ശുശ്രൂഷിച്ച് വേണ്ട ചോദിക്കണം. തത് വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ.
വിധി പറഞ്ഞിട്ടുണ്ട് ഈ കൃഷ്ണ ഭഗവാൻ തന്നെ, ഭഗവത് സ്വരൂപയെ ഭഗവാൻ കൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഉപദേശിച്ച ഗീതയിൽ. തദ്വിധി, ഈ പരമാത്മ സത്യത്തെ നീ അറിയണം. എങ്ങനെ? ആ അറിയുന്ന സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളിൽ നിന്ന് അവരെന്ത് ചെയ്യണം? അവരെ പോയിട്ട് സേവ ചെയ്യണം, നമസ്കാരം ചെയ്യണം അവരെ. പ്രണിപാതേന, ദീർഘദണ്ഡ നമസ്കാരം. സേവ കൊണ്ട് നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈ പ്രൈഡൊക്കെ പോവും, മതം പോയി ചോദിക്കണം വേണ്ടത്. അപ്പോൾ ഉപദേക്ഷ്യന്തിരെ ജ്ഞാനം ജ്ഞാനിനഹ തത്വദർശിനഃ, ഈ സത്യം സാക്ഷാത്കരിച്ചിട്ടുള്ള മഹാത്മാക്കൾ നിനക്ക് സത്യം ബോധിപ്പിച്ചു തരും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഇവർ സമീപിക്കണം ഗുരുനാഥനെ. നോക്കൂ, സൽകൃതം, വേണ്ട പോലെ സൽക്കരിച്ചു. എന്നിട്ടോ ആദരവോടുകൂടി സമീപിച്ച് ചോദിച്ചു. എന്താ ചോദിച്ചത്? ആ ചോദ്യത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നാൽ എത്തില്ല. അതുകൊണ്ട് നാളെ ഉണ്ടല്ലോ, നാളെ ഈ ചോദ്യങ്ങൾ ഒരു 5-6 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ട് അതിൻ്റെ ഉത്തരവും കാണാം. ഓം നമോ നാരായണായ, 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 ഓം നമോ നാരായണായ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.